ഓ നന്നായില്ലോ. ഓ ഹരി ഓം തത്സ. ജയഗുരു. ശ്രീമദ് ഭാഗവതം സമഗ്രവും സമ്പൂർണവുമായിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് എന്നാണ് നാം ഇന്നലെ പറഞ്ഞു വെച്ചത്. അതും വിശേഷമുണ്ട്. എന്താണത്? അതൊരു പാരമഹംസ്യ സംഹിതയാണ്. സംഹിത എന്ന് പറഞ്ഞതിന് കുറേയൊക്കെ ഞാൻ ഇന്നലെ ഒരു വിവരണം നൽകി. അന്നേ വരെയുള്ള തത്വധാരകളും വിചാരധാരകളും എല്ലാം ചേർത്ത് എന്താണ് ഈ ഭാഗവത ശാസ്ത്രത്തിൽ മുഖ്യമായിരിക്കുന്ന ഒരു തത്വവിചാരഗതി പറയാനുണ്ടോ അതിനെ ഉറപ്പിച്ചുകൊണ്ട് അതിന് ഉപോദ്ബലകമായി വലിയ ഒരു നദി ഒഴുകുമ്പോൾ പല വിധത്തിലുള്ള ശാഖകളും ട്രിബ്യൂട്ടറീസൊക്കെ അതിൽ വന്നു ചേരാറുണ്ട്. അതുപോലെ ബാക്കി എല്ലാ തത്വധാരകളെയും വിചാരധാരകളെയും എല്ലാറ്റിനെയും കൂട്ടിച്ചേർത്ത് സമഗ്രമായിരിക്കുന്ന ഒരു അവതരണമാണ് ഈ സംഹിത എന്ന് പറയുമ്പോൾ. 1400 കൊല്ലം മുൻപ് തമിഴ്നാട്ടിൽ ആൾവാർമാർ പ്രബലരായി വളരെ വിശേഷപ്പെട്ട ഭക്തശിരോമണികളായിരുന്ന കാലത്ത് എഴുതിയിട്ടുള്ളതാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളതായ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ശാസ്ത്രം. 18,000 അനുഷ്ഠുപ്പ് ശ്ലോകങ്ങളുള്ളതായ ശാസ്ത്രം എന്നാണ് ഈ സാഹിത്യത്തെക്കുറിച്ച് പഠിക്കുന്നവരും പരിശോധിക്കുന്നവരും കണ്ടെത്തിയിട്ടുള്ളതായ നിഗമനം. ഭാഗവതം എന്ന് പറയുന്നത് ആദ്യകാലം മുതൽക്കേ നിലവിലുണ്ടായിരുന്ന വിഷ്ണു പുരാണത്തിൻ്റെ സംവർദ്ധിതമായിരിക്കുന്ന ഒരു രൂപമാണ് എന്നാണ് പിന്നെ ഒരു അഭിപ്രായം. വിഷ്ണു പുരാണത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രീമദ് ഭാഗവതത്തിൽ വിസ്തൃതമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 1400 കൊല്ലം മുൻപ് വരെ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഭക്തിയെ സംബന്ധിച്ചും അധ്യാത്മമായിട്ടുള്ളതും ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുമുള്ളതായ എന്തെല്ലാം പരിഗണനകളോ വിലയിരുത്തലുകളോ നിഗമനങ്ങളോ തീരുമാനങ്ങളോ ഉണ്ടോ അതിനെയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഏറ്റവും ആധുനികമായിരിക്കുന്ന ഒരു അവതരണമാണ് ശ്രീമദ് ഭാഗവതത്തിൽ. ആ ശ്രീമദ് ഭാഗവതത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ നാം പറയുന്നതോ അല്ലെങ്കിൽ വേദവ്യാസ മഹർഷി ഉദ്ദേശിക്കുന്നതോ സത്യം പരം ധീമഹി എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തി. ഈ ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശമെന്ത്? അതുകൊണ്ട് ഞാൻ അത് വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും അനുചിന്തനം ചെയ്യുന്നവർക്കും എന്താണ് ലക്ഷ്യമായി എൻ്റെ മനസ്സിലുള്ളത് എന്നുള്ളതും ഗ്രന്ഥകാരൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ശ്ലോകം നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേ അത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. സദ്യോ ഹൃദ്യവരുദ്ധ്യതേ അത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? ഈ ഭാഗവതം എന്ന് പറയുന്ന ശാസ്ത്രം ജീവിതത്തെ നാനാവശങ്ങളെയും പരാമർശിച്ചുകൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ വശത്തിലും മനുഷ്യർക്ക് വരാവുന്ന അബദ്ധങ്ങളോ അമളികളോ എന്താണ്, സാധാരണ പ്രകൃതി തൊടുത്തുവിടുന്ന പ്രേരണകൾ എന്തെല്ലാം, ആ പ്രേരണകളിൽ ശുഭങ്ങളായും അശുഭങ്ങളായും ഉള്ളതുണ്ട്, അവയൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കി ഇന്നതാണ് അനുസരിക്കേണ്ടത്, അനുകരിക്കേണ്ടത്, അനുധാവനം ചെയ്യേണ്ടത്, പിന്തുടരേണ്ടത് എന്നൊക്കെ വ്യക്തമായി ഉദ്ബോധിപ്പിക്കുകയാണ്. ആ ഉദ്ബോധിപ്പിക്കുന്ന സമയത്ത് ആ ഉദ്ബോധിപ്പിക്കുന്ന ആൾക്ക് മനസ്സിൽ ഒരു വിധത്തിലുള്ള സങ്കോചമോ ഭയമോ വിഷമമോ ഇല്ല.
ധർമ്മപ്രോജ്ജിത കൈതപോത്ര പരമോ. തൊലി ഉരിച്ച് നഗ്നമാക്കിക്കൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ ഇവിടെ വിശകലനം ചെയ്യുന്നത്, പറഞ്ഞ് മനസ്സിലാക്കാൻ. ഗൃഹസ്ഥന്മാരെ പറ്റി പറയുമ്പോൾ ആ ഗൃഹസ്ഥധർമ്മത്തിൽ ഗൃഹസ്ഥാശ്രമികൾക്ക് വരാൻ പോകുന്ന ആപത്തുകളും വിപത്തുകളും എന്തെല്ലാം, അവരുടെ ശ്രദ്ധ അശ്രദ്ധയായി മാറുന്നതെപ്പോൾ, അവരുടെ ലക്ഷ്യങ്ങൾ തെറ്റിപ്പോകുന്നത് എങ്ങനെ, ദാമ്പത്യ ജീവിതം നയിക്കുന്ന സമയത്ത് വരുന്ന പിഴവുകൾ എന്ത്, എത്രയും ശോഭനമായ ഒരു ജീവിതം, മംഗളകരമായിരിക്കുന്നൊരു ജീവിതമാണ് ദാമ്പത്യം. എന്നാൽ അതിനെ കലുഷിതമാക്കി തീർക്കുന്ന ഒരു പ്രവണത ജനങ്ങളുടെ ഇടയിലുണ്ട്. പലതരത്തിലുള്ള ടെൻഡൻസീസ്, പ്രേരണകൾ നമുക്കുണ്ടാകാം. അതൊക്കെ പ്രകൃതിസിദ്ധമായിട്ടുള്ളതാണ്. ആ പ്രേരണകളെ എങ്ങനെയാണ് നാം മെരുക്കി ഒതുക്കി അതിനെ ഉദാത്തമാക്കി തീർക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ആ മനസ്സിലാക്കുന്ന സമയത്ത് എനിക്ക് വാക്കുകൾ പ്രയോഗിക്കാനോ ആശയങ്ങൾ വെളിപ്പെടുത്താനോ വിമർശനങ്ങൾ ആവിഷ്കരിക്കാനോ ഒന്നിനും ഒരു സങ്കോചമോ ലജ്ജയോ എനിക്കില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെ നിർലജ്ജമാണ് പ്രസ്താവനകൾ ഇതിൽ നടത്തുന്നത് എന്നാണ് പറയുന്നത്. ധർമ്മപ്രോജ്ജിത കൈതപോത്ര പരമോ. അങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് വലിയ ഒരു രസവും ഒരു സന്തോഷവും ഒരു ആനന്ദവും ഒരു ഉത്സാഹവും ഒരു തീവ്രതയും ഉണ്ടെന്നാണ് വേദവ്യാസരുടെ പ്രസ്താവന. നിർമത്സരാണാം സദാം. ഈ ശാസ്ത്രത്തിൽ ആദ്യന്തം എന്താണ് ഉദ്ദേശം? വേദ്യം. ഇതൊരു 10,000 തവണ പറയണം. ശ്രീമദ് ഭാഗവതം വായിച്ചാൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഗ്രഹിക്കണം, അറിയപ്പെടണം. നിങ്ങളെല്ലാവരും അറിയണം, അറിയണം, അറിയണം. എന്താ ഈ അറിയേണ്ടത്? വാസ്തവമത്ര വസ്തു ശിവദം. വാസ്തവം എന്തോ അതറിയണം. അപ്പോൾ ഒരു ചോദ്യം, നമ്മളൊക്കെ അറിയുന്നതും കാണുന്നതും കേൾക്കുന്നതും ഉൾക്കൊള്ളുന്നതും ഒക്കെ വാസ്തവമാണോ? അല്ല, അല്ല, അല്ല. വാസ്തവം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒരുപോലെ ഒരു വിധത്തിലുള്ള പരിവർത്തനമോ മാറ്റമോ ഇല്ലാതെ നിലനിൽക്കുന്നത് എന്തോ അതാണ് വാസ്തവം. അങ്ങനെ വല്ലതും നിങ്ങളുടെ പിടിയിൽപ്പെട്ടിട്ടുണ്ടോ? എന്താ മിണ്ടാത്തേ? നിങ്ങളുടെ ശരീരം വാസ്തവമാണോ അതോ പരിവർത്തനശീലമോ? ഈ പ്രകൃതിയിലുള്ള സൃഷ്ടി രചന മുഴുവനും മാറിക്കൊണ്ടിരിക്കുന്നതല്ലേ അനുക്ഷണം. അങ്ങനെ മാറുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് അടുത്ത നിമിഷത്തിലില്ല, ഇന്നലെ ഉള്ളത് ഇന്നില്ല. നിങ്ങളുടെ ചെറുപ്പകാലത്തെ വല്ല ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടോ? ആ ഫോട്ടോവും നിങ്ങളുടെ 45-50 വയസ്സിലുള്ള ഫോട്ടോവും എടുക്കൂല. അല്ല താരതമ്യം അതിലുണ്ടാവുമോ? ഉണ്ടാവുമോ? ഇല്ലേ? പിന്നെ എന്താ അത്? ഓരോ കൊല്ലം എടുത്തോളൂ ഫോട്ടോ, അപ്പോഴും വ്യത്യാസം ഉണ്ടാവും. ലക്ഷോപലക്ഷം കോടാനുകോടി സെല്ലുകൾ, കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രതിദിനം പൊട്ടി അങ്ങോട്ട് വിരിഞ്ഞ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രവർത്തനങ്ങളോ പ്രവൃത്തികളോ നടക്കുന്നത്. അങ്ങനെ പ്രകൃതിയിലുള്ള എന്തായാലും ഈ ഭൂമി ചിരഞ്ജീവിയാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഭൂമിക്കും ഒരു വയസ്സായിട്ടുണ്ട്, അത് തേയ്മാനം വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഭൂമിയെ കൂടുതൽ തേച്ചു കൊണ്ടിരിക്കുക. എന്താ കാരണം? ഈ ഭൗമതാപം വർദ്ധിച്ചു കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരക്കുട്ടികളുടെ കുട്ടികൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ചൂട് വർദ്ധിച്ചിട്ട്. ഇവിടെ മണ്ണ് മലിനപ്പെട്ടു, ജലം മലിനപ്പെട്ടു, വായു മലിനപ്പെട്ടു. ആ മലിനീകരണം വരുത്തുന്നത് മനുഷ്യരാശി മാത്രമാണ്. ഇവിടെ താമസിക്കുന്ന മൃഗങ്ങളോ പക്ഷികളോ ഇഴജന്തുക്കളോ ഒന്നും തന്നെ ഈ ഭൗമാന്തരീക്ഷത്തെ കേടുവരുത്തില്ല. കേടുവരുത്തുന്നുണ്ടെങ്കിൽ ഈ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ പിഴച്ച ബുദ്ധിമാനായി തീർന്ന് വരുത്തി തീർക്കുന്ന തകരാറുകളും കോലാഹലങ്ങളും മാത്രമാണ് ഇവിടെ. സമ്മതിച്ചോ അല്ലേ? നമ്മുടെ വിശേഷ ബുദ്ധി എന്തിനാ? ഈ ഭൂമിയെ വേണ്ടതുപോലെ പരിരക്ഷിക്കുക, അതിനെ കൂടുതൽ സമ്പദ് സമൃദ്ധമാക്കി തീർക്കുക, നമ്മുടെ പിൻഗാമികൾക്കോ വരാൻ പോകുന്ന തലമുറകൾക്കോ ഒരു വലിയ വിഭവമായി, മെച്ചപ്പെട്ട വിഭവമായി അവർക്ക് നമ്മളൊരു പൈതൃകമായി കൊടുക്കാൻ സാധിക്കണം. അതാണോ നാം ഇവിടെ ചെയ്യുന്നത്? ഭൂമിയിൽ നിന്ന് തുരന്നെടുക്കുന്ന ധാതുക്കളും ലവണങ്ങളും രണ്ടാമതവിടെ ഉണ്ടാവുമോ? എത്ര കാലത്തേക്ക് ഉണ്ട് ഇവിടെ കൽക്കരി? പെട്രോളും എത്ര കാലത്തേക്ക് ഗ്യാസോലീൻ ഉണ്ടാവും? ഒക്കെ അങ്ങനെ കുഴിച്ചെടുക്കുക. ഉത്തമമായ ജീവിതം എന്താ? ഭൗമാന്തരീക്ഷത്തിനൊരു കേടും വരാതെ ആ ഭൂമിയെ അതിൻ്റെ വിഭവ സമൃദ്ധമാക്കി നിർത്തിക്കൊണ്ട് നാം സൂര്യരശ്മിയിൽ നിന്നോ കാറ്റിൽ നിന്നോ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ നിന്നോ നമുക്ക് കിട്ടുന്നതായ ഊർജങ്ങളെല്ലാം ഉപയോഗിച്ച് ആ മൂലവസ്തുക്കൾക്ക് യാതൊരു കുറവും കോട്ടവും തകരാറും വരാതെ പരിരക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നത് വരെ മനുഷ്യരാശിക്ക് വിധിക്കപ്പെട്ടതായ സഭ്യത അന്വർത്ഥമാകാൻ പോകുന്നില്ല. എന്തു പറയണു നിങ്ങൾ? ബുദ്ധിയുള്ള ഒരു സദസ്സാണെന്ന് ഞാൻ വിചാരിക്കുന്നു. We have no right to interfere with the structure or solidarity of the creation. If the human beings are intelligent, and they are, the right way of living should be evolved and pursued in such a wholesome manner
that we will always be contributing to the enriched earth, not to the enervated earth. ഒരിക്കലും നമുക്ക് ഈ ഭൂമിയുടെ തൂക്കമോ അതിലുള്ള വിഭവങ്ങളെയോ കുറയ്ക്കാനുള്ള അവകാശമില്ല. അതിൽ കൃഷി ചെയ്തോളൂ, മണ്ണ് കേടുവരാത്ത തരത്തിൽ, അതിൻ്റെ വായുവിനെ ഉപയോഗിച്ചോളൂ കേടുവരാത്ത തരത്തിൽ, വെള്ളത്തിന് ഉപയോഗിച്ചോളൂ. ഇതെല്ലാം റീസൈക്കിൾ ചെയ്ത് ഭംഗിയായി ആ മൂലവസ്തുക്കളായി പിന്നെയും ഇവിടെ നിലനിർത്തി പോരണം. അങ്ങനെയുള്ള ഒരു ജീവിത രീതി എത്തുന്നത് വരെ നമ്മുടെ സഭ്യത ശരിയായി എന്ന് വിചാരിക്കരുത്. I would like to exhort every one of intelligence to understand this kind of a preservation of the cohesion and solidarity of this earth. നമ്മുടെ അമ്മയാണിത്. പെറ്റമ്മ മരിച്ചു പോകും, മണ്ണമ്മ മരിക്കില്ല. അത് എക്കാലവും നിലനിൽക്കും. അതിനെ നിലനിർത്തി പോരണം നമുക്ക്. അതൊരു അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ എന്താ പറയാനുള്ളത്? വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. നാം എല്ലാം പുണരുന്നതും കെട്ടിപ്പിടിക്കുന്നതും നുകരുന്നതുമെല്ലാം വാസ്തവത്തിൽ വാസ്തവമല്ല. മക്കളായാലും കുട്ടികളായാലും അച്ഛനമ്മമാരായാലും സമ്പത്തായാലും വിഭവമായാലും വീടായാലും എന്തൊക്കെ ആയാലും അതൊക്കെ നശിക്കുന്നതാണ്, അവാസ്തവമാണ്. വാസ്തവത്തിൻ്റെ ലക്ഷണം മാറ്റമില്ലാതെ എന്നും ഒരേപോലെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഈ പ്രപഞ്ചം, നമ്മുടെ ശരീരമടക്കം വാസ്തവമോ അവാസ്തവമോ? എന്താ മിണ്ടാതെ? പറയാൻ മടിയല്ലേ? ബുദ്ധി എന്തിനാ? കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിശ്ചയിക്കാനാണ്. കണ്ണും മൂക്കും കാണാനും കേൾക്കാനും. ആ കണ്ടതും കേട്ടതും വേണ്ടതുപോലെ വിലയിരുത്തി അതിന് വാസ്തവത്തിൻ്റെ ആ നില കൊടുക്കാമോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് ബുദ്ധിയാണ്. ബുദ്ധിക്ക് മാത്രമേ ആലോചനയും അറിവും അറിവിലധിഷ്ഠിതമായിരിക്കുന്ന തീരുമാനവുമുള്ളൂ. ഞാൻ പറയുന്നത് സ്പീഡ് കൊണ്ടോ? വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. ഈ വാസ്തവം ബുദ്ധിപൂർവമായി ഇങ്ങനെ പറഞ്ഞു. സാധാരണക്കാർക്ക് അത് അപ്പീൽ ചെയ്യോ എന്ന് ചോദിച്ചാൽ അപ്പീൽ ചെയ്യും. എന്താ കാരണം? ശിവദം. ഈ വാസ്തവം മാത്രമേ നിങ്ങൾക്ക് മംഗളം പ്രദാനം ചെയ്യുള്ളൂ. ഒരു മാംഗല്യ സൂത്രമെടുത്ത് പുരുഷൻ സ്ത്രീയുടെ കഴുത്തിൽ കെട്ടുന്നുണ്ട്. പക്ഷേ കെട്ടണ പുരുഷനും കെട്ടപ്പെട്ട സ്ത്രീയും രണ്ടുപേരും അവാസ്തവങ്ങളാണ്. അപ്പോൾ അതെങ്ങനെയാണ് പിന്നെ നിത്യമംഗളമാവുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ മംഗളം എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ലോകജീവിതത്തിൽ ഉണ്ടാവുന്നതായ സുഖദുഃഖ പരമ്പരയിൽ നിന്ന് രണ്ടിൽ നിന്നും മോചനം കിട്ടി. എനിക്കൊരു തരത്തിലുള്ള കോട്ടമില്ല, കുറവില്ല, എനിക്ക് കൂടാനില്ല, കുറയാനില്ല, ഞാൻ ഭദ്രമാണ്, മംഗളമാണ് എന്നുള്ളൊരു അഭിപ്രായവും അനുഭവവും നമുക്കുണ്ടാവണം. ആ മാംഗല്യമോ നിത്യമംഗളമോ പ്രദാനം ചെയ്യാനായി വാസ്തവത്തിന് മാത്രമേ സാധിക്കുള്ളൂ, അവാസ്തവങ്ങൾക്ക് പറ്റില്ല. ശ്രീമദ് ഭാഗവതം എങ്ങനെയാ ഈ മംഗളം പ്രദാനം ചെയ്യുന്നത്? താപത്രയോന്മൂലനം. താപത്രയം ഇത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രത്യേകമായൊരു വേക്കാണ്. അതിന് മുൻപും ഉണ്ട് നമുക്ക്. പക്ഷേ ശ്രീമദ് ഭാഗവതം ആദ്യമേ അതെടുത്ത് പറയുന്നു. താപത്രയം, ത്രയങ്ങൾ എന്ന് പറയരുത്, താപത്രയം. എന്താ ഈ താപത്രയം? അധ്യാത്മം അല്ലെങ്കിൽ ആധ്യാത്മികമായിരിക്കുന്ന ദുഃഖം, ആധിഭൗതികമായിരിക്കുന്ന ദുഃഖം, ആധിദൈവികമായിരിക്കുന്ന ദുഃഖം. ഇങ്ങനെ മൂന്ന് വിധത്തിലുള്ള ദുഃഖത്തിന് വിധേയമാണ് മനുഷ്യജീവിതം എല്ലാവരുടെയും. നിങ്ങൾ പഠിച്ചവരായിക്കോളൂ, പഠിപ്പില്ലാത്തവരായിക്കോളൂ, മക്കളും കുട്ടികളും സ്വാധീനവും ഉള്ളവരായി സമ്പന്നരായിക്കോളൂ, കൊള്ളാം. സ്വത്ത് ധാരാളമുണ്ട്, കൊള്ളാം. ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ മനുഷ്യനായി ജനിച്ച് അമ്മിഞ്ഞ കുടിച്ച് വളർന്ന് നാം ഇവിടെ കഴിയുന്നുണ്ടെങ്കിൽ താപത്രയത്തിന് വിധേയമാണ് നമ്മുടെ മനസ്സ്. സമ്മതിച്ചോ? സമ്മതിച്ചില്ലെങ്കിലും ഭാഗവതത്തിൻ്റെ ഉദ്ബോധനമാണിത്. താപത്രയം. ഈ താപത്രയത്തിൽ ഒന്നിനെ മാത്രം പറ്റി ഞാൻ പറയാം. എന്താ? അത് തറപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആരും പറയാൻ കൂട്ടാക്കൂല്ല, അറിയൂല്ല, അങ്ങനെ ഒരു വിഷമമുണ്ട്. എന്താണ് ഈ അധ്യാത്മ ദുഃഖം എന്ന് പറഞ്ഞാൽ? നമ്മുടെ തന്നെ ശരീരവും മനസ്സും ബുദ്ധിയും പിണയ്ക്കുന്നതായ ദുഃഖത്തിനാണ് അധ്യാത്മ ദുഃഖം എന്ന് പറയുക. ശരീരത്തിന് എന്താ? അനാരോഗ്യം, സുഖക്കേടുകളെല്ലാം വരുന്നു. ഇന്നത്തെ കാലത്ത് ധാരാളമുണ്ട്. ക്യാൻസർ ഇൻസിഡൻസ് എത്രയാണ് കൂടിയത്? ഞങ്ങളുടെ ആശ്രമത്തിൽ അമേരിക്കയിൽ നിന്ന് ഒരു യുവദമ്പതികൾ വന്നു. അവരുടെ കൂടെ ഒരു കുട്ടിയുണ്ട്, നല്ല പൊക്കവും നല്ല ആരോഗ്യമുണ്ട്. അവൻ വന്ന് നമസ്കരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ പാവം തകരാറുണ്ടെന്ന്. അത് കഴിഞ്ഞ് കുറച്ച് പരിചയപ്പെട്ട് സംസാരിച്ചിരുന്നതിന് ശേഷം ഞാൻ ചോദിച്ചു, എന്താ ഈ കുട്ടിയുടെ നില? അങ്ങനെയാണ്. ഓഹോ, ഇപ്പോൾ ഈ അമേരിക്കയിലോ ആണല്ലോ നിങ്ങൾ വരുന്നത്. ഇങ്ങനത്തെ കുട്ടികൾ എന്താ എത്ര കണ്ടുണ്ട്? സ്വാമിജി ഒന്നും പറയണ്ട. പഴയ കാലത്ത് 1000-1 ഇപ്പോൾ 100-1 കേൾക്കുന്നുണ്ടോ നിങ്ങൾ? റിട്ടാർഡഡ്, ഓട്ടിസ്റ്റിക്, ഇങ്ങനെ ഉണ്ടല്ലോ, ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഇല്ലാത്തവർ. പഴയ കാലത്ത് 1000-1 ഇപ്പം 100-1. ഈ പഴയ കാലം ഈ പറയുന്ന ആൾക്ക് ഒരു 45 വയസ്സോ താഴെയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 1000
നമ്മുടെ കറപ്ഷൻ ഇൻഡെക്സ് 85ലേക്ക് വീണിരിക്കുക ഇപ്പോൾ ഇന്ത്യ. അതുപോലെ ഇതും ഇപ്പോൾ വീണിരിക്കുക 1000-ൽ നിന്ന് 100-1. അപ്പോൾ നിങ്ങളൊക്കെ അമേരിക്കക്കാരാണല്ലോ, വലിയ ഗവേഷണ വിദഗ്ധരാണല്ലോ. അതുകൊണ്ട് ഇതിന് എന്താ കാരണം വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടോ സ്വാമിജി? ഇപ്പം അമേരിക്കയിൽ എല്ലാവരും പറയുന്നത് കെമിക്കൽ പൊല്യൂഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കൈൻഡ് ഓഫ് എ റിട്ടാർഡേഷൻ. കെമിക്കൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ, ശ്വസിക്കുന്ന വായുവിൽ, കുടിക്കുന്ന വെള്ളത്തിൽ, സൂര്യരശ്മിയിൽ കാര്യമായിട്ട് പൊല്യൂഷൻ ഉണ്ടാവില്ല. അതിൽ വരുന്നതായ മാലിന്യങ്ങളും വിഷാംശങ്ങളുമാണ് ഇതിന് കാരണം. എവിടെ പോയി കാര്യം പറയൂ? അപ്പോൾ അനാരോഗ്യപരമായി എന്തെല്ലാം ഉണ്ടോ അത് ശരീരം രചിക്കുന്നതാണ്. അതുമാതിരി നമ്മുടെ മനസ്സ് രചിക്കുന്ന ദുഃഖങ്ങൾ പലതുമുണ്ട്. വേണ്ടതുപോലെ കാര്യങ്ങളെ സമീകരിച്ചെടുക്കാൻ, പ്രതികരിക്കാനൊന്നും പറ്റാതെ വിഷമിക്കുക. അതുമാതിരി ബുദ്ധി കൊണ്ട് ആലോചിക്കുന്ന സമയത്ത് തെറ്റായ തീരുമാനങ്ങൾക്ക് വരിക, തെറ്റായ ഇൻ്റർപ്രിട്ടേഷന് വരിക. അങ്ങനെ പലതരത്തിലുള്ള വിഷമങ്ങളുണ്ട് നമ്മുടെ മനസ്സും ബുദ്ധിയും. ഒരു വലിയ ഭക്തനാ, വീട്ടിലെന്തോ ഒരു അത്യാപത്ത് വന്നു. ആ ഭക്തന്മാർ ചോദിക്കുക, അയ്യോ ഈ ഈശ്വരൻ എന്നെ മാത്രം തിരഞ്ഞെടുത്ത് ശിക്ഷിച്ചത് എന്തിനാ? ഞാൻ ചെറുപ്പം മുതൽക്ക് തന്നെ നാമജപം നാവെന്ന് വിട്ടിട്ടില്ല സ്വാമിജി, എന്നാലും ഈ ഈശ്വരൻ എന്നെ ശിക്ഷിച്ചുല്ലോ. എവിടെയാണ് എഴുതിയിരിക്കുന്നത് ഈശ്വരൻ നമ്മെ ശിക്ഷിക്കാനുള്ളവനാണെന്ന്? ഒരു സ്ഥലത്ത് കാണിച്ചു തരാമോ? ഈശ്വരൻ നമ്മളെ ശിക്ഷിക്കുമോ അതോ രക്ഷിക്കുമോ? നിങ്ങൾ ഈശ്വരൻ്റെ രക്ഷയിൽ അല്ലെങ്കിൽ പിന്നെ ആരുടെ രക്ഷയിലാണ് ജീവിക്കുന്നത് ഒന്ന് പറഞ്ഞു തരാമോ എനിക്ക്? പെറ്റു വീണ ഒരു കുട്ടിക്കും ആ പറയാൻ കാരണമായിരിക്കുന്ന അമ്മയ്ക്കും അച്ഛനും ശ്വസിക്കാനുള്ള വായു അവർ രണ്ടുപേരോ മുത്തശ്ശന്മാരോ സൃഷ്ടിച്ചതല്ല. അപ്പം നമുക്ക് ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളം, കഴിക്കാനുള്ള ഭക്ഷണാംശങ്ങൾ, പറന്നു പോകാതെ ഭൂമിയിൽ തന്നെ തങ്ങി നിൽക്കാനുള്ള ഭൂമിയുടെ ആകർഷണ ശക്തി, ഇതൊക്കെ രചിച്ച് നമ്മെ പരിരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു ഈശ്വരനുണ്ടല്ലോ. ആ ഈശ്വരൻ ശിക്ഷിക്കും, ശിക്ഷിച്ചു എന്ന് പറയുന്നത് ആരാ? എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഭാഗവതത്തിൻ്റെ ഭാഷയിൽ സരക്ഷിത രക്ഷതി യോ ഹി ഗർഭേ. ആരാണോ ഗർഭത്തിൽ രക്ഷിക്കുന്നത് ആ ശക്തി തന്നെയാണ് പിറന്നു വന്നാലും ഇവിടെ രക്ഷിക്കുന്നത്. വേറെ ഒരാൾ രക്ഷകനായിട്ടില്ല. ആ രക്ഷകൻ എന്നുള്ള സ്ഥാനം ഏറ്റെടുക്കാനോ അദ്ദേഹത്തിന് റീപ്ലേസ് ചെയ്യാനോ ആയിട്ട് ലോകത്തിൽ ഒരാളുമില്ല എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉപദേശം, അതിൻ്റെ സ്ഥായിയായിരിക്കുന്ന പ്രസ്താവന. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു എന്ന് പറഞ്ഞ ഈശ്വരൻ എന്നിങ്ങനെ വിട്ടുല്ലോ, എന്തിനാ ശിക്ഷിച്ചത്? ഞാൻ ജംഷഡ്പൂരിൽ നിന്ന് കൽക്കട്ടയിലേക്ക് ദശാബ്ദങ്ങൾ മുമ്പ് യാത്ര ചെയ്യുന്ന സമയത്ത് ദമ്പതികളിരുന്നു എൻ്റെ ഭക്തന്മാരോട് സംസാരിച്ചുകൊണ്ട് പോവുക. അവർ നല്ലോണം ശ്രദ്ധിച്ച് കേട്ടു. അതിനുശേഷം അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവർക്ക് ഒരേ പുത്രനായിരുന്നു. ലൂക്കേമിയ വന്ന് മരിച്ചു. മരിച്ചതോടുകൂടി ഭഗവാന് വിളക്ക് കൊളുത്തണത് പോലും നിർത്തിയത്രേ. അപ്പോൾ വിളക്ക് കൊളുത്തണത് നിർത്തിയാൽ ഭഗവാന് കണ്ണ് കാണാതെ ആവുമല്ലേ? അതാണ് നിങ്ങളുടെയൊക്കെ വിചാരം. അതോ ഒരു തിരിയുണ്ടെങ്കിൽ 2 തിരിയിട്ട് കത്തിക്കണോ? ആപത്തിൽ ഈശ്വരനെ കൂടുതൽ ഭജിക്കണോ? അതോ എന്തിനേ ആപത്ത് എനിക്ക് തന്നത്, ഇത് ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കണോ? ഇതൊക്കെ മനസ്സിൻ്റെ വികലതയാണ്. മനസ്സിലാക്കിക്കോളൂ. ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ എന്തു വന്നു എന്നുള്ള ചോദ്യമില്ല. എപ്പോഴെങ്കിലും ഞാൻ ഭഗവത് സ്മരണയും ഭഗവതാശ്രയവും വിടുന്നുണ്ടോ എന്നുള്ള ചോദ്യമേ ഉള്ളൂ. മറ്റു ചോദ്യങ്ങൾ അവിടെ വരുന്നില്ല. അപ്പോൾ ആധ്യാത്മികമായിരിക്കുന്ന ദുഃഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും ബുദ്ധിയും രചിക്കുന്നതാണ്. നോക്കൂ, ശ്രീരാമചന്ദ്ര മഹാപ്രഭു ശ്രീരാമചന്ദ്രൻ, അങ്ങനെ ഒരു പുത്രൻ ഉണ്ടാവാൻ നിങ്ങളൊക്കെ ആശിക്കുമോ ആശിക്കില്ലേ? അതിനും മറുപടിയില്ല. രാമനെ പോലെ ഒരു മകൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ ഇല്ലേന്ന്? ഇഷ്ടപ്പെടും. അപ്പോൾ രാമൻ കണ്ണിലുണ്ണിയാണ്. ഇന്നും ലോകം മുഴുവനും ആരാധിക്കുന്നു. എത്ര മന്ദിരങ്ങളാണ്, ആരാധനകളാണ്. വാൽമീകി എഴുതി വെച്ച മൂലഗ്രന്ഥം ആർക്കും കാണില്ല. അദ്ദേഹത്തിൻ്റെ എഴുത്താണിയില്ല, അദ്ദേഹത്തിൻ്റെ പടവും ഇല്ല, അദ്ദേഹത്തിൻ്റെ കുടീരവും ഇല്ല. എന്നാൽ വാൽമീകി എഴുതിയ 24,000 ശ്ലോകങ്ങളുള്ള രാമായണം ഭാരതം വിട്ട് ഭാരതാതിർത്തികളെ ഭേദിച്ചുകൊണ്ട് കവച്ചു വെച്ചുകൊണ്ട് ലോകം മുഴുവനും സഞ്ചരിച്ച് എത്ര മനസ്സുകളെയാണ് പിടിച്ച് കീഴടക്കിയിരിക്കുന്നത്, എത്ര മനസ്സുകളെയാണ് ആരംഭിപ്പിക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത്, ആനന്ദിപ്പിക്കുന്നത്, ആഹ്ലാദത്തിൽ ആറാടിക്കുന്നത് ആ രാമൻ. അങ്ങനെ കണ്ണിലുണ്ണിയായ ഒരു രാമൻ അച്ഛൻ്റെ വാക്ക് പരിപാലിക്കാനായി കൈകേയി പറഞ്ഞു, രാമാ നിനക്കിന്ന് അഭിഷേകമില്ല, നീ ദണ്ഡകാരണ്യത്തിൽ പോയി 14 കൊല്ലം താമസിക്കണം, പകരം എൻ്റെ പുത്രൻ ഭരതനാണ് അഭിഷേകം. ഉടനെ രാമൻ എന്തു പറഞ്ഞു എന്നറിയോ? ചിറ്റമ്മേ, ചെറിയമ്മേ, ഇത്രയേ ഉള്ളൂ. എന്താ? ഇതേ വേണ്ടൂ. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് രാമൻ അയോധ്യ വിട്ട് പോയി കളഞ്ഞിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ കുട്ടികളുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാവരോടും ചോദിക്കുന്നതാ, നിങ്ങളോടാണ് ചിറ്റമ്മ ഇങ്ങനെ പറഞ്ഞത്, ചെറിയമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഇവിടെ മുതിർന്നവരുണ്ട്, നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? ഞാൻ അമേരിക്കയിൽ ചോദിച്ചപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞു ഞാൻ പോവില്ല എന്ന്.
അതിൻ്റെ ഉള്ളിൽ ഒരു കുട്ടി എണീറ്റ് പറഞ്ഞു ഞാൻ പോവുമെന്ന്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്ത് തീരുമാനമെടുക്കാനുമുള്ള ശക്തിയുണ്ട്, ഊർജ്ജസ്വലതയുണ്ട്, ആ നിശ്ചയദാർഢ്യം നമ്മുടെ മനസ്സുണ്ട്. നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ ഊച്ചാളികളല്ല. ശരീരത്തിന് ദുർബലത്വം വരാം, മനസ്സ് ദുർബലമാകേണ്ടതില്ല. നിറഞ്ഞ സദസ്സിൽ ഒരാളും സഹായിക്കാനില്ലാതെ ദ്രൗപദിയുടെ സാരി ദുശാസനൻ പിടിച്ച് വലിച്ചു തുടങ്ങി. ആ തുടങ്ങിയ സമയത്തും ദ്രൗപദി ഉറച്ചു നിന്നു. ദുശാസന, നിനക്കെൻ്റെ സാരിയോ കയ്യോ പിടിച്ച് വലിക്കാൻ സാധിക്കുമായിരിക്കാം, പക്ഷേ എൻ്റെ മനസ്സിനെ സ്പർശിക്കാൻ സാധിക്കില്ല. ദൃശ്യലോകം എന്നെ പരിത്യജിച്ച മട്ടിലുണ്ട്. ആ ദൃശ്യലോകം പരാജയപ്പെടുമ്പോഴും അദൃശ്യമായിരിക്കുന്ന ഹസ്തങ്ങളിലേക്ക് ഞാനിതാ ഉറ്റുനോക്കുന്നു എന്ന് പറഞ്ഞ് ഹരേ 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 എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടി. ദുശാസനൻ പിടിച്ചു വലിച്ചു വലിച്ചു വലിച്ചു. സാരിയുടെ നീളം കുറയണില്ല. അവസാനം ഇളിഭ്യനായി ഏഭ്യനായി കൈ കഴച്ച് പിന്നാക്കം ചാഞ്ഞു. ഇതാണ് ദുശാസനന് സംഭവിച്ചത്. നിങ്ങൾ എന്താണ് ഈ വിചാരിക്കുന്നത്? ആ ദ്രൗപദിയുടെ മനസ്സിൽ ദ്രൗപദിക്ക് പാഞ്ചഭൗതികമായ ഒരു ശരീരമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ വൈകാരികമായ ഒരു മനസ്സേ ഉള്ളൂ, ഒരു ബുദ്ധിയേ ഉള്ളൂ, ഒരഹങ്കാരമേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടോ ഇല്ലയോ എന്നാണ് ഭൂമാനന്ദ സ്വാമി ചോദിക്കുന്നത്. ഉണ്ടോ? അപ്പം നിങ്ങൾക്ക് ദ്രൗപദിയെ പോലെ എന്തുകൊണ്ടായിക്കൂടാ? അത് ആരുടെ തെറ്റാ? അതിന് ജ്യോത്സ്യൻ്റെ അടുത്ത് ചെല്ലണോ തെറ്ററിയാൻ? നിങ്ങളുടെ മനസ്സിലുള്ള തീരുമാനമാണത്. എൻ്റെ ശരീരം പിടിച്ചു വലിക്കാൻ, ബാഹ്യമായി സ്പർശിക്കാനോ ആക്രമിക്കാനോ സാധിക്കും. മനസ്സ് അടങ്ങാത്തതാണ്. അവനവൻ്റെ മനസ്സിനെ വേറെ ഒരൊറ്റ ആൾക്ക് സ്പർശിക്കാൻ സാധിക്കില്ല. എവരി വൺ ഹാസ് എ മൈൻഡ് വിച്ച് ഈസ് ഇനാക്സസിബിൾ ടു എവരി വൺ ഇൻ ദിസ് വേൾഡ്. ഇനാക്സസിബിൾ ടു എവരി വൺ. ഇറ്റ് ഈസ് ആക്സസിബിൾ ഓൺലി ടു യു. നമുക്ക് മാത്രമേ നമ്മുടെ മനസ്സിനെ സ്പർശിക്കാനോ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങാനോ അതിൽ തിരുത്തുകളോ പോരായ്മകളോ നികത്താനോ കൊണ്ടുവരാനോ ഒക്കെ സാധിക്കുള്ളൂ. അങ്ങനെ വിശേഷപ്പെട്ട ഒരു മനമാണ് ഈ മനസ്സാണ് നമ്മുടെ നിധി. അവിടെ ദ്രൗപദി ഒരു നിധിയായി അതിനെ ഉപയോഗിച്ചു, ആക്കി തീർത്തു. ശ്രീരാമനും അങ്ങനെ രാമൻ പോയി കൗസല്യയുടെ അടുത്താണ് ആദ്യം പറഞ്ഞത്. അവരോടൊക്കെ പറഞ്ഞ് അനുനയിപ്പിച്ച് ഞാൻ പൊയ്ക്കളയാം എന്ന് പറഞ്ഞ് പെറ്റ കൗസല്യയോട് ചെന്ന് പറഞ്ഞു. കൗസല്യ തുടങ്ങി കരയാൻ. മകനും അമ്മയും കൂടി കുറേ നേരം സംസാരിച്ചതിന് ശേഷം കൗസല്യ കണ്ണീരൊക്കെ വറ്റി പറയുകയാണ്, എൻ്റെ പൊന്നു രാമ, ഞാൻ പറഞ്ഞതൊക്കെ തെറ്റ്. നീ ഒരു സത്പുത്രനാണ്, ധർമ്മപുത്രനാണ്. നിന്നിൽ നിന്ന് വേറെ ഒരു തീരുമാനവും ഒരാൾക്കും പ്രതീക്ഷിക്കാൻ വയ്യ. അതുകൊണ്ട് നിൻ്റെ തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. കാട്ടിലേക്ക് പോയി വാ, 14 കൊല്ലം 14 മാസം മാതിരി കഴിയട്ടെ, ഞാനിവിടെ ഉണ്ടാവും നിന്നെ സ്വാഗതം ചെയ്യാൻ എന്നാണ് പെറ്റ അമ്മ പറഞ്ഞത്. പെറ്റ അമ്മമാരെ, നിങ്ങൾക്കും അങ്ങനെ പറയാൻ പറ്റുമോ? വാൽമീകി ചോദിക്കുന്ന ചോദ്യമാണിത്. പഴയ സംഭവങ്ങൾ പറയുന്നത് പുരാണം പോലെ കേൾക്കാനല്ല. ആ സംഭവത്തിനൊരു നിത്യപ്രസക്തിയുണ്ട്. വൈകാരികമായ മനുഷ്യ മനസ്സോട്, വിചാരമഗ്നമായി വിചാരശീലമായിരിക്കുന്ന മനുഷ്യ ബുദ്ധിയോട് അതിനൊരു ബന്ധമുണ്ട്, അതിന് പ്രസക്തിയുണ്ട്, നിത്യപ്രസക്തി. ഈ ചോദ്യമാണ്. ഒരു തീപ്പൊരിയിൽ നിന്ന് ബടവാഗ്നി ഉണ്ടാക്കുന്നത് പോലെ ആ മനസ്സ് എന്ന് പറയുന്ന പൊരിയിൽ നിന്ന് ലോകം മുഴുവനും വ്യാപിപ്പിക്കത്തക്ക വിധത്തിൽ, എല്ലാറ്റിനെയും ആപ്ലാവിതമാവത്തക്ക വിധത്തിലുള്ള ഒരു വികാസം അതിൽ വരുത്താൻ നമുക്ക് സാധിക്കും. അതാണ് മനുഷ്യജന്മത്തിൽ എല്ലാവരും ചെയ്യേണ്ടത്. അങ്ങനെ രാമൻ പോകാൻ പുറപ്പെട്ട് സുമന്ത്രൻ തേര് തെളിക്കാൻ തയ്യാറായിരുന്നു. രാമനും ലക്ഷ്മണനും സീതയും കൂടി അതിൽ കയറിയിരുന്നു. ആ കയറിയിരുന്ന സമയത്ത് ദശരഥൻ പറയുകയാണ്, സുമന്ത്ര നിർത്തൂ. രാമൻ അകത്തു നിന്ന് പറഞ്ഞു, നിർത്തണ്ട, വേഗം ഓടിക്കൂന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സുമന്ത്രൻ്റെ മനസ്സിൽ ആദ്യമായിട്ടുണ്ടായ വലിയൊരു പ്രതിസന്ധിയാണ്. മഹാരാജാവ് പറയുന്നു നിർത്താൻ, മഹാരാജാവിൻ്റെ പുത്രൻ പറയുന്നു നിർത്തരുത്, ഓടിക്കണമെന്ന്. എങ്ങാനും അച്ഛൻ ചോദിച്ചാൽ പറഞ്ഞേക്കൂ ഞാൻ കേട്ടില്ല എന്ന് രാമൻ പറഞ്ഞു കൊടുക്കുക. കാരണം എന്താ? ദുഃഖാവസരങ്ങളെ നീട്ടിക്കൊണ്ടുപോകരുത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ദുഃഖാവസരങ്ങളെ നീട്ടിക്കൊണ്ടുപോകരുത്. അതുകൊണ്ട് കേട്ടില്ല എന്ന് പറയാനുള്ള സത്യയുക്തി പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ രാമൻ്റെ രഥം അങ്ങോട്ട് നീങ്ങിയപ്പോൾ ദശരഥൻ രാമാ രാമാ രാമാ, പ്രാണൻ പോയി. ഇത് ആവശ്യമുണ്ടായിരുന്നു. ദശരഥ മഹാരാജാവേ, അങ്ങയോട് ഭൂമാനന്ദ സ്വാമിജി ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ ഇരുന്ന് ചോദിക്കുന്നു, അങ്ങയ്ക്ക് മരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന്.
അങ്ങയുടെ മകൻ എന്താണ് തെറ്റ് ചെയ്തത്? ഇങ്ങനെയുള്ള മക്കളല്ലേ എല്ലാവരും അഭിലഷിക്കേണ്ടത്? എല്ലാവരും നിത്യം അഭിലഷിക്കേണ്ടതായ ഒരു മകനുണ്ടായി. ആ മകൻ അച്ഛൻ്റെ വാക്ക് പരിപാലിക്കാൻ വേണ്ടി ദണ്ഡകാരണ്യത്തിൽ പോയത് കൊണ്ടാണ് രാമചന്ദ്രനെ ഇന്നും ജനങ്ങൾ വാഴ്ത്തുന്നത്. ഞാൻ പോവില്ല കൈകേയി, സിംഹാസനത്തിൽ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പൊത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ രാമനെ വല്ലവരും ഭാരതം ബഹുമാനിക്കുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? ആ രാമൻ നേരെ മറിച്ച് പെറ്റു വളർത്തി അമ്മിഞ്ഞ ഊട്ടി വളർത്തിക്കൊണ്ടുവന്ന കൈകേയി ആകട്ടെ ഒരു വിഷമവുമില്ലാതെ സഹിച്ച് അഭിനന്ദിച്ച് പറഞ്ഞയച്ചു. അപ്പോൾ ദശരഥൻ്റേത് ആധ്യാത്മിക ദുഃഖമോ അതോ വല്ല ദുഃഖമോ? എന്താ മിണ്ടാത്തെ? അവനവൻ്റെ മനസ്സ് രചിച്ച ദുഃഖമല്ലേ? നിങ്ങളുടെ മുൻപിൽ ഒരു ചോദ്യമുണ്ട്, പ്രത്യേകിച്ചും എനിക്ക്. നിങ്ങളൊക്കെ ദശരഥൻ്റെ പിൻഗാമികളാവുമോ അതോ കൗസല്യയുടെ പിൻഗാമികളാവുമോ എന്ന് ഒരു ചോദ്യമാണത്. കൗസല്യ അനുയായികളാണോ അതോ ദശരഥ അനുയായികളാണോ എന്നൊരു ചോദ്യം. ഇങ്ങനെ ഓരോന്നും ഉദ്ബോധിപ്പിക്കുകയാണ്. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. അങ്ങനെ ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം. ചിലതൊക്കെ ഈ സുനാമി മുതലായിട്ടുള്ള പ്രകൃതിയുടെ ക്ഷോഭങ്ങളൊക്കെ ഉണ്ട്. പാമ്പ് കളിച്ചും മറ്റു പ്രകാരത്തിലൊക്കെ മരിക്കുക, അങ്ങനെ പലതരത്തിലുള്ള മരണമുണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള ദുഃഖത്തിനെ തുടച്ചു മാറ്റാൻ മാത്രമാണ് ഇവിടെ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. ഇതിൽ പ്രതിപാദിക്കുന്ന വാസ്തവമുണ്ടല്ലോ, അന്തരാത്മാ എന്ന് പറയുന്ന സത്യം, ജഗദീശ്വരൻ എന്ന് പറയുന്ന സത്യം, പരമകല്യാണനിധിയായിരിക്കുന്ന ശ്രീഹരി. എന്ത്? പരമ കല്യാണ നിധി. അവിടെ പിശുക്കൊന്നുമില്ല. പരമകല്യാണ നിധിയായിരിക്കുന്ന ശ്രീഹരി, ആ ശ്രീഹരി എന്ന് പറയുന്ന പരമാത്മ സത്യം അത് പ്രതിപാദിക്കുകയാണ് ഇവിടെ. എന്തിനു വേണ്ടി? മനസ്സിൽ താപത്രയം ബാധിക്കാതെ അതിന് വേണ്ടതുപോലെ ഇൻഷുറും ഇൻസുലേറ്റൊക്കെ ചെയ്ത് അതിനെ പൂർണ്ണമായി മംഗളം കൊണ്ട് കോട്ട് ചെയ്തിട്ട് എല്ലാ കാലത്തും അനുഭവിക്കണം. ശിവദം. ശിവം ശിവം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കയ്യിൽ 2 സാധനമുണ്ട്. ഒന്നെന്താ? ശവം എന്ന് പറയുന്ന ശരീരം. എന്താ കേൾക്കുമ്പോൾ പേടിയാവുന്നുണ്ടോ? ഇത് ശവമാണ്. ഇതിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നത് ശിവമാണ്. ആ ശിവമാണ് നമ്മുടെ ഉള്ളിലുള്ള ഉണർവ്, നമ്മുടെ ഉള്ളിലുള്ള ഉയിരെന്ന് പറയുമല്ലോ, അതാണ് ശിവം. അങ്ങനെ ശിവവും ശവവും കൂടിയതാണ് ഈ ജീവിതം. അതിൽ ആ ശിവം പ്രവർത്തിക്കാൻ പറ്റാത്ത തരത്തിൽ ശരീരത്തിന് നാശമോ കേടോ വരുമ്പോഴാണ് അത് ശവമായി തീരുന്നത്. ആ ശിവദം മംഗളപ്രദമായിട്ടുള്ളത് അതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ ഉള്ളതൊക്കെ എന്താ? വേദ്യം. അതിൽ പറയുന്നത് ഇങ്ങനെ കേട്ടോളൂ, കേട്ടോളൂ, കേട്ടതിന് ശേഷം വായിച്ചോളൂ, പഠിച്ചോളൂ, വിചിന്തനം ചെയ്യൂ, മനസ്സിലാക്കൂ. ഓരോ ദിവസവും പുതിയതായ ആശയം മനസ്സിൽ പതിയട്ടെ, അലിഞ്ഞു ചേരട്ടെ, പുതിയ വിലയിരുത്തലുകൾ ഉണ്ടാവട്ടെ, പുതിയ തീരുമാനങ്ങൾ വരട്ടെ. മനസ്സിനുള്ള ശക്തി, മനസ്സിനുള്ള ഊർജ്ജസ്വലത, മനസ്സിനുള്ള സൗഖ്യം, മനസ്സിനുള്ള സന്തോഷം, സമാധാനം, സ്ഥിരത, ആ ആഹ്ലാദ ഭരിതത്വം അതിങ്ങനെ വർദ്ധിച്ച് വരട്ടെ. അത് കേൾക്കൂ, മനനം ചെയ്യൂ. തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ. അതിനെക്കുറിച്ച് വിചാരം ചെയ്യൂ. അങ്ങനെ വിചാരം ചെയ്ത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞ് വരണം. സ്വാദു ദിനേ ദിനേ. ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പ്രതിദിനം സ്വാദു അത് വളരെ രുചിപ്രദമാണത്രേ, വളരെ രസകരമാണത്, നല്ല ഒരു ടേസ്റ്റാണ്. ആർക്ക്? നാവിനല്ല, കർണപുടങ്ങൾക്കും ഹൃദയത്തിനും മനസ്സിനുമാണ് അത് രുചിപ്രദമായിട്ടുള്ളത്. പിന്നെയും കേൾക്കണം. ഊണ് കഴിച്ച് വയറ് നിറഞ്ഞാൽ പിന്നെ വിളമ്പിയ വയ്യാന്ന് പറഞ്ഞ് വിട്ടുപോവുകയുള്ളൂ. എന്നാൽ ഇത് വയ്യാന്ന് പറയേണ്ട ആവശ്യമില്ല, നിറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. എത്ര നിറയുന്നുവോ അത്രയും മനസ്സ് വികസിക്കും. പിന്നെയും നിറഞ്ഞാൽ പിന്നെയും ചക്രവാളം പോലെ വികസിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ സ്വാദു പദേ സ്വാദു ദിനേ ദിനേ. ഓരേ ദിനം ചെല്ലുന്തോറും അത് കൂടുതൽ സ്വാദിഷ്ടമായി, രുചിപ്രദമായി, രസകരമായിരിക്കും. അതുമാത്രമോ അല്ല, വിദ്യാവതാം ഭാഗവതേ പരീക്ഷ. അറിവുള്ളവർക്ക് ശ്രീമദ് ഭാഗവതം ഒരു പരീക്ഷയാണ്. അതിലുള്ള പദങ്ങളും അതിലുള്ള സന്ധികളും ആ ഓരോ പദവും വിനിയോഗിക്കുന്നത് എന്താ, എന്തിനു വേണ്ടിയിട്ട്, അത് സൂചിപ്പിക്കുന്നതായ ഭാവങ്ങളോ തലങ്ങളോ അർത്ഥങ്ങളോ ഉദ്ദേശ്യങ്ങളോ ലക്ഷ്യങ്ങളോ ഇതൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് സമയം പിടിക്കും. ഓടി അങ്ങോട്ട് വായിച്ച് മനസ്സിലാക്കാം എന്നാരും വിചാരിക്കേണ്ട. ശ്രീമദ് വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം.
നിങ്ങളിവിടെ പണക്കാരനോ പിച്ചക്കാരനോ ആയിക്കോളൂ, പഠിപ്പുണ്ട്, റിസർച്ചാണ്, എന്തൊക്കെയുണ്ടെങ്കിലും താപത്രയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. ഈ ശിവതമായിരിക്കുന്ന വാസ്തവത്തെ വേണ്ടതുപോലെ സ്കന്ധം തോറും പ്രതിപാദിച്ചത് കേട്ട് മനസ്സിലാക്കി ഗ്രഹിക്കുക. ഏതുപോലെ? പരീക്ഷിത്ത് കേട്ടതുപോലെ. പരീക്ഷിത്ത് കുറിപ്പെഴുതിയെടുത്തോ? കേൾക്കുമ്പോൾ എടുത്തോ? ഇങ്ങനെ കേട്ടേ ഉള്ളൂ, കാതും മനസ്സും കൊടുത്ത്. അതിൽ സംശയങ്ങൾ വരുമ്പോൾ ചോദിച്ചു, കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ ആവശ്യപ്പെട്ടു. അങ്ങനെ അതൊരു യോഗമായിട്ടാണ് നടന്നത്. ശുഗമുനി പ്രവക്താവും പരീക്ഷിത്ത് ശ്രോതാവുമായിട്ടുള്ള ഒരു സംയോഗമാണ് അവിടെ നടന്നത്. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതം, ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈഹി, അങ്ങനെ വിശേഷപ്പെട്ട വാസ്തവമായ വസ്തുവെ വേണ്ടതുപോലെ പ്രബോധിപ്പിക്കുന്നതായി ഉദ്ബോധിപ്പിക്കുന്നതായി മംഗളകരമായ ശാസ്ത്രം നിലവിലുള്ളപ്പോൾ ബാക്കിയുള്ള ശാസ്ത്രങ്ങൾ കൊണ്ട് എന്താ ആവശ്യം? ഇത് മാത്രം തന്നെ മതി. ഇത് സമഗ്രമാണ്, സമ്പൂർണമാണ്. മനുഷ്യൻ്റെ ലക്ഷ്യം പൂർണ്ണമായി നിർവഹിച്ചു തരാൻ, സാക്ഷാത്കരിപ്പിക്കാൻ പറ്റിയതാണ്. അങ്ങനെയുള്ളപ്പോൾ ബാക്കിയുള്ളതിനെ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് വിചാരിക്കരുത്. അവർ നിന്ദിക്കേണ്ട, പക്ഷെ വേണമെന്നില്ല. ഇത് തന്നെ ആംപ്ലി സഫിഷ്യൻറ്റ് എന്നർത്ഥം. എന്താ അതിന് കാരണം? ഈശ്വര, നിങ്ങൾ ആരാധിക്കുന്നതും ഉറ്റുനോക്കുന്നതുമായി വളരെ അകലെ അദൃശ്യനായിരിക്കുന്ന ഒരു ഈശ്വരനുണ്ടല്ലോ. ആ ഈശ്വരനെ ആ ദൂരമൊക്കെ കുറച്ച് വെട്ടിച്ചുരുക്കി പൂജ്യമാക്കിക്കൊണ്ട് സദ്യോഹൃദ്യവരുദ്ധ്യതേ എത്ര കൃതിഭിഹി, ഇത് കേൾക്കാനുള്ള സന്മനസ്സും ഇത് കേൾക്കാനുള്ള പുണ്യവും അനുഗ്രഹവും ആർക്കൊക്കെ ഉണ്ടോ അവർ മാത്സര്യമില്ലാതെ ഈ പറയുന്നതിനോട് യാതൊരു വിധത്തിലുള്ള സംശയമോ വിഷമമോ ആ താതാത്മ്യമോ ഇല്ലാതെ കേട്ടുകണ്ടങ്ങനെ ഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് എന്തുണ്ടാവും? സദ്യ, പെട്ടെന്ന്, പൊടുന്നനവേ, ഹൃദി, അവനവൻ്റെ ഹൃദയത്തിൽ, അവരുദ്ധ്യതേത്ര കൃതിഭിഹി, ആ ഈശ്വരനെ അവരോധിക്കാൻ സാധിക്കും. കേട്ടുവോ? ഉൾക്കൊണ്ടുവോ? ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശം സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഹി. ആ പുണ്യശീലന്മാരുണ്ടല്ലോ, ഇത് കേൾക്കണം, ഒരു നല്ല കാര്യമാണ്. നാം വീട് കെട്ടി വീട്ടിൽ മാത്രം താമസിച്ചാൽ പോരാ, ദേവസന്നിധിയിലേക്കൊന്ന് ചെല്ലണം. അവിടെ എന്തെങ്കിലും തത്വപ്രവചനം നടക്കുന്നുണ്ടെങ്കിൽ അത് കാതുകൊടുത്ത് കേൾക്കണം. മറ്റുള്ള കാര്യങ്ങളെയൊക്കെ മാറ്റിവെക്കുക, അവിടെ ചെല്ലുക, അത് കേൾക്കുക, അതിൽ പങ്കെടുക്കുക, കേട്ടതൊക്കെ വിചിന്തനം ചെയ്യുക, ഉൾക്കൊള്ളുക. അത് ജീവിതത്തിൽ തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി അലിയിപ്പിച്ച് ലയിപ്പിച്ച് ചേർത്ത് അതിനാൽ അലങ്കൃതനായി ജീവിക്കുക എന്നൊരു തോന്നൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. അങ്ങനെ ആയാൽ മാത്രം മതി. സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഹി ശുശ്രൂഷുഭിസ്തക്ഷണാത്. ശുശ്രൂഷുഭി എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? കേൾക്കുന്നതിൽ താത്പര്യം, പ്രതിബദ്ധത. അത് കേൾക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇത് നമുക്ക് വേണ്ടപ്പെട്ടതാണ്, ഏറ്റവും മൂല്യപ്രദമാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഉദ്ധാരണമുണ്ടാകാൻ പോകുന്നതാണിത്. എനിക്ക് മക്കളുണ്ടാവാം, കുട്ടികളുണ്ടാവാം, കുടുംബാംഗങ്ങൾ, ചങ്ങാതിമാർ, സ്ഥാനമാനങ്ങൾ, പഠിപ്പ്, യോഗ്യത, സമ്പത്ത്, സ്വത്ത് ഒക്കെ ഉണ്ടെങ്കിലും അതുപോലെയൊന്നുമല്ല ഇത്. ഇത് ഉൾനിറയ്ക്കുന്നതായ ധനമാണ്, ഉൾനിറയ്ക്കുന്നതായ സമ്പത്താണ്, ഉൾനിറക്കുന്നതായ വിഭവമാണ് എന്ന് പറഞ്ഞ് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. അങ്ങനെ കേൾക്കുന്നവർക്ക് പെട്ടെന്ന് കഴിയും ഈ ഉള്ളിൽ ശ്രീഹരിയെ അവരോധിക്കുന്നത്. ഇങ്ങനെ അവരോധിക്കുന്നതിന് വേണ്ടി ശ്രീമദ് ഭാഗവതം ഉപയോഗിക്കുന്ന മാധ്യമം എന്താ? മാധ്യമമാണ് എന്ത്? അവതരണങ്ങൾ, പ്രതിപാദനങ്ങൾ, ചർച്ചകൾ, സംവാദങ്ങൾ. പലതരത്തിലുള്ള ആൾക്കാരെയും കൊണ്ടുവന്ന് പല സന്ദർഭങ്ങളും നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ച് ആ സന്ദർഭത്തിലും അവസരങ്ങളിലും ഓരോ വ്യക്തി എങ്ങനെ പെരുമാറി, ആ പെരുമാറിയത് ശരിയായോ തെറ്റായോ, തെറ്റായെങ്കിൽ അത് ആര് ചൂണ്ടിക്കാട്ടി, കാണിച്ചോ കാണിക്കാതെ ഇരുന്നോ, ഇങ്ങനെ പല സന്ദർഭങ്ങളും നമ്മുടെ മുൻപിൽ കൊണ്ടുവരിക. അതിലാദ്യമായിട്ട് കൊണ്ടുവന്നതാണ് എന്ത്? പരീക്ഷിത്ത്. ആരാണ് ഈ പരീക്ഷിത്ത്? പാണ്ഡവ വംശജനാണ്, ഉപായപ്പെട്ടവനല്ല. ആ പരീക്ഷിത്ത് രാജാക്കന്മാർക്ക് സഹജമായിരിക്കുന്ന ഒരു നായാട്ടിനു വേണ്ടി കാട്ടിലേക്ക് പോയി. നായാടി, പാവം, ക്ഷീണിച്ചു, ദാഹം. അന്വേഷിച്ചപ്പോൾ ജലാശയമൊന്നും അവിടെ കണ്ടില്ല. അങ്ങനെ കാണാതെ എന്തു വേണം? ദാഹിച്ച് പൊരിയുന്നുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കും കുറേശ്ശെ ദാഹം അനുഭവപ്പെടണം. ആ പരീക്ഷത്തിനല്ലേ, എനിക്കെന്ത് വേണം? അങ്ങനെയല്ല. ഈ പരീക്ഷത്തിനെ കൊണ്ടുവന്ന് നിങ്ങളുടെ ശരീരത്തിൽ വയറ്റിലൊരു ദാഹം ജനിപ്പിക്കുകയാണ് ഇവിടെ. അതാണ് ആ പ്രവചനത്തിൻ്റെയും ശ്രവണത്തിൻ്റെയും ഇവിടെ തത്വകഥനമാണ്.
കഥനമുണ്ടെങ്കിലേ തത്വശ്രവണമുണ്ടാവുള്ളൂ. ആ കഥനവും ശ്രവണവും ഒരുമിച്ച് പോകുന്നതാണ്. ആ ശ്രവണം കൊണ്ടാണ് അവിടെ സാധന, ഒരു തപസ് ഉണ്ടാവുന്നത്. ആ ശ്രവണം ഒരു പൂർണ്ണ സാധനയാണ്. പരീക്ഷിത്ത് വേറെ ഒന്നും ചെയ്തില്ലല്ലോ. പരീക്ഷിത്ത് വേറെ ഒന്നും ചെയ്തില്ലല്ലോ. ശുഗമുനി പറഞ്ഞത് കേട്ടല്ലേ ഉള്ളൂ. അപ്പം അദ്ദേഹത്തിന് ദാഹം വന്നു, ജലാശയമൊന്നും കണ്ടില്ല. ജലാശയമചക്ഷാണ പ്രവിവേശതമാശ്രമം ദദർശ മുനിമാസീനം ശാന്തം മീലിതലോചനം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉടനെ അവിടെ ഒരു കുടീരം കണ്ടു. കുടീരത്തിൽ ആരാ? തപസ്വികൾ ഉണ്ടാവും. തപസ്വികൾക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു ജലപാത്രവും ജലവും അവിടെ എപ്പോഴും ഉണ്ടാവും. അവിടെ ചെന്ന് നോക്കിയപ്പോൾ പരീക്ഷിത്ത് വിചാരിച്ചത്, ഞാൻ മഹാരാജാവല്ലേ, ഞാൻ ചെല്ലുമ്പോഴേക്കും ഈ തപസ്വി എണീറ്റ് സത്കരിക്കും. എന്താ കാരണം? തപസ്വികൾക്ക് തപസ് ചെയ്യാനുള്ള സമാധാനാന്തരീക്ഷം രചിക്കുന്നത് മഹാരാജാക്കന്മാരും ശക്തിയുക്തമായിരിക്കുന്ന ഒരു രാജ്യപരിപാലനവുമാണ്. അപ്പോൾ മഹാരാജാക്കന്മാർ ശക്തിയുക്തതയോടുകൂടി പെരുമാറിയില്ല എന്ന് വെച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിയമവാഴ്ച അങ്ങോട്ട് വീണാൽ പിന്നെ പ്രജകൾക്ക് ജീവിക്കാൻ പറ്റില്ല. അത് പരിപാലിക്കുന്ന രാജാവ് അവിടെ ചെന്നപ്പോൾ വേഗം, എന്താ രാജാവേ വന്നത്, വെള്ളം കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴോ പ്രവിവേശതമാശ്രമം ദദർശ മുനിമാസീനം. ആ മുനി ശമീക മഹർഷി കണ്ണടച്ച് അവിടെ എങ്ങനെ ഇരിക്കുക. ഒരു മഹർഷി കുടീരത്തിൽ എന്താ ചെയ്യുക? ലഹള കൂട്ടുമോ? കുടീരം എന്തിനാ? ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുക. പരീക്ഷിത്ത് വന്നത് അദ്ദേഹം കണ്ടില്ല, അറിഞ്ഞില്ല. പരീക്ഷത്തിൻ്റെ മനസ്സിൽ തോന്നിയത് എന്താ? ഏഷകിം നിഭൃതാശേഷകരണോ മീലിതേക്ഷണ മൃഷാ സമാധിരാഹോസ്വിത് കിം നു സ്യാത് ക്ഷത്രബന്ധുഭി. ഞാൻ വലിയൊരു മഹാരാജാവ്, പരീക്ഷിത്ത് എല്ലാം പരിപാലിക്കുന്ന ആൾ. ഈ മഹർഷിമാർക്ക് സമാധാനം വേണം, തപസ് ചെയ്യാൻ, കണ്ണടയ്ക്കാൻ സാധിക്കണമെങ്കിൽ അതിന് ഞങ്ങളെപ്പോലെയുള്ളവർ നല്ലപോലെ രാവും പകലും അക്ഷീണം പ്രവർത്തിക്കണം. അതൊക്കെ അറിയാതെ ഇദ്ദേഹം കണ്ണടച്ചിരിക്കുക. വാസ്തവത്തിൽ ഇതൊരു കണ്ണടപ്പാണോ അതോ ഇത് കാട്ടിക്കൂട്ടലോ? വാസ്തവത്തിൽ അദ്ദേഹം ധ്യാനിക്കുകയാണോ, മനസ്സുള്ളിൽ ലയിച്ചിരിക്കുകയാണോ എന്നൊരു സംശയം അദ്ദേഹത്തിന് തോന്നി. അതോ ഈ ക്ഷത്രിയന്മാരോട് അവർക്കുള്ള ഒരു അവജ്ഞയോ എന്ന് വിചാരിച്ച് അവിടെ പോയി. ഈ പ്രകൃതി എങ്ങനെയാണെന്നറിയോ? ദുഷ്ടന്മാരുടെ ദുഷ്ടത പെരുപ്പിക്കും. ദുഷ്ടന്മാരുടെ ദുഷ്ടത പെരുപ്പിക്കുമ്പോഴാണ് അനവധി ദുഷ്ടന്മാർ കൂടുക. ജരാസന്ധനെ ആദ്യമായി ആക്രമിച്ചു ബലരാമനും ശ്രീകൃഷ്ണനും കൂടി. അപ്പോൾ അദ്ദേഹം 23 അക്ഷൗഹിണി സേനയോടുകൂടിയാണ് വന്നത് മധുരയ്ക്ക്. ആ ആദ്യത്തെ ആക്രമണത്തിൽ അവരെയൊക്കെ കൊന്നൊടുക്കിയതിന് ശേഷം ബലരാമൻ കടന്നു പിടിച്ചു. ആരെ? ജരാസന്ധനെ കടന്നു പിടിച്ച് കൊല്ലാൻ പുറപ്പെട്ടപ്പോൾ കൃഷ്ണൻ ഇടപെട്ടു. ചേട്ടാ, കൊല്ലരുത്, ആളെ വിടണം. എന്തിന്? വിട്ടാലേ പിന്നെയും 23 അക്ഷൗഹിണി സേനയും കൊണ്ട് ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ ആ സേനയും കൊല്ലാം. അങ്ങനെ 17 തവണ വന്നു. കോടിക്കണക്കിനായി സേന. കേൾക്കുന്നുണ്ടോ നിങ്ങളെ? അപ്പോൾ ഈ ദുഷ്ടന്മാരെ അനുകൂലിച്ച് പെരുപ്പിച്ചാലേ ഉള്ള ദുഷ്ടന്മാരൊക്കെ കൂടെ ചേരുള്ളൂ. എന്നിട്ട് ഈയാമ്പാറ്റ പോലെ ഒന്നിച്ചൊരാഹുതി അങ്ങോട്ട് നടത്താം. അതാണ് അതിനുള്ള വഴി. അപ്പോൾ ദുഷ്ടത വർദ്ധിക്കുമ്പോൾ നിങ്ങളെല്ലാവരും എന്തേന്ന് വിചാരിക്കരുത്. നമുക്ക് ടെററിസ്റ്റ് ആക്രമണം വളരെ കൂടുതൽ ആക്രമണം. എനിക്ക് തോന്നുന്നു പോരാ ആക്രമിച്ചതെന്നാ. എന്താ കാരണം എന്നറിയോ? ഈ ശാന്തപ്രിയന്മാരായ നിങ്ങളുടെയൊക്കെ മനസ്സിൽ, ഓരോരുത്തരുടെയും മനസ്സിൽ ഈ ടെററിസം നിർത്തണം, ഇതിനിവിടെ വാഴാൻ അനുവദിക്കരുത് എന്നൊരു തോന്നൽ ഉറച്ചു കഴിഞ്ഞോ നിങ്ങളുടെ മനസ്സിൽ? ഇല്ല. നമ്മൾ കാപ്പി കുടിക്കുമ്പോൾ പേപ്പർ വായിച്ചത് ഇത് ശരിയായില്ല എന്നിങ്ങനെ പറയുകയുള്ളൂ. ശരിയായില്ല എന്ന് പുറത്തു പോയി പറയാൻ തയ്യാറുണ്ടോ നിങ്ങൾ? ജനായത്ത ഭരണത്തിൽ ജനങ്ങളുടെ കൂട്ടായ ശബ്ദവും പ്രതിഷേധവും ആവശ്യവുമാണ് ഭരണത്തെ നന്നാക്കുക. ആൾക്കാരെ തെരഞ്ഞെടുത്തയച്ചാൽ മാത്രം പോരാ. ആ തെരഞ്ഞെടുത്തയച്ചവർ നമുക്ക് ഇഷ്ടപ്പെട്ട ഭരണം കാഴ്ചവെക്കുന്നുണ്ടോ എന്ന് നോക്കി, ഇല്ലെങ്കിൽ അവരോട് പറയണം, നിങ്ങളെ തെരഞ്ഞെടുത്തു, ഭരണം ശരിയാവുന്നില്ല, ഞങ്ങളുടെ ഹിതം ഇതാണ്, അഹിതം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഡെമോക്രസി ക്യാൻ ബിക്കം ഹെൽത്തി ആൻഡ് ഇറ്റ് ക്യാൻ സർവൈവ് വെരി വെൽ only when the electing people remain eternally vigilant. അതിവിടെ ഉണ്ടോ ഇന്ത്യയിൽ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് മറുപടി പറയൂ. അത് ഉണ്ടാവുന്നത് വരെ എൻ്റെ ശരീരം കുറച്ച് കാലം കഴിഞ്ഞാൽ വീഴും. അതിന് മുമ്പിൽ ഇത് നടക്കുന്നു തോന്നുന്നില്ല. പക്ഷേ അതിന് ശേഷമെങ്കിലും ഇത് ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നു. നമുക്ക് നികുതിദായകന്മാരായ നമ്മൾക്ക് നമ്മുടെ നികുതി വേണ്ടതുപോലെ സർക്കാർ ചെലവ് ചെയ്യണു എന്ന് ഉറപ്പ് വരുത്താനായി സംയുക്തമായിരിക്കുന്ന ഒരു ശബ്ദം നമുക്ക് ഉയർത്താൻ സാധിക്കണം. അത് സാധിക്കാത്രത്തോളം കാലം പാർലമെൻറ്റ് പറയണത് തന്നെ ഇവിടെ നിയമം. നിങ്ങളുടെ ലെജിസ്ലേഷൻ ശരിയായില്ല എന്ന് പറയാൻ ഇവിടെ ആൾക്കാർ വേണം. 35 കൊല്ലം കഴിഞ്ഞു, ആൻറ്റി കറപ്ഷണൽ ലോസ് ആർ ഇൻ ഫോഴ്സ്.
35 കൊല്ലം കഴിഞ്ഞിട്ട് കറപ്ഷൻ താഴത്ത് വീഴുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ ആൻറ്റി കറപ്ഷണൽ മെഷേഴ്സും ഗവൺമെൻറ്റിൻ്റെ കറപ്ഷൻ ഇല്ലാതെയാക്കാനുള്ള മെഷീനറി ഫെയിൽ ചെയ്തു എന്നല്ലേ അർത്ഥം? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ ഒരു നാഷണൽ വാല്യൂ റെസ്റ്റോറേഷൻ കൗൺസിൽ, പകുതി ജനങ്ങളും പകുതി സർക്കാർ ഉദ്യോഗസ്ഥനുമായ ഒരു കൗൺസിൽ ഇവിടെ ഉണ്ടാവണമെന്ന്, ഒരു സർവൈലൻസ് ഗ്രൂപ്പും ഇവിടെ ഉണ്ടാവണമെന്ന്. അപ്പോഴേ ഇത് ശരിയാവാൻ പോണുള്ളൂ. സർക്കാരിനെ കൊണ്ട് മാത്രം നടക്കില്ല. നാം പെറ്റു വളർത്തുന്ന ആൾക്കാരാണ് ഇവിടെ ഉദ്യോഗസ്ഥന്മാരായി പോകുന്നത്. നാം പെറ്റു വളർത്തുന്നവരാണ് ഇവിടെ തെരഞ്ഞെടുത്ത പ്രതിനിധികൾ. അവരെ വിരൽ ചൂണ്ടിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ വിരൽ നിങ്ങൾക്ക് നേരെ ചൂണ്ടാൻ തുടങ്ങുമ്പോഴേ ഇവിടെ കാര്യങ്ങൾ നേരെയാവുള്ളൂ. ഇത് നല്ല പോലെ മനസ്സിലാക്കൂ. അപ്പോൾ പരീക്ഷത്തിൻ്റെ മനസ്സിൽ തോന്നിയത് ഇങ്ങനെയാണ്: ഞാൻ നിയമം പരിപാലിച്ച് എല്ലാം ഭദ്രമായി നിർത്തുന്നു. ആ നിയമപാലകനെ ഒന്ന് ആദരിക്കാനും വെള്ളം തരാനും പറ്റാത്തൊരു മഹർഷി കണ്ണടച്ചിരിക്കുന്ന കാപട്യമോ അതോ വാസ്തവത്തിൽ അദ്ദേഹം സമാധിസ്ഥനോ എന്ന് നോക്കി ഒരു ദേഷ്യം വന്നു. ചെന്നപ്പോഴോ അവിടെ കിടക്കണ ഒരു ചെത്ത പാമ്പ്. കണ്ടില്ലേ? എന്തിനാ അവിടെ ഒരു പാമ്പ് വന്നത്? ഇങ്ങനെയാണ് പ്രകൃതിയുടെ അഘടനഘടന പടീയസീ മായ. ആ പരീക്ഷത്തിൻ്റെ മനസ്സിന് വന്നിട്ടുള്ള ക്ഷോഭം ഒന്നും കൂടിയും അങ്ങോട്ട് കനപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു പാമ്പിനെ കണ്ടു. അത് വില്ലിൻ്റെ തുമ്പ് കൊണ്ട് എടുത്തു കൊണ്ടുവന്ന് ഒരു മാലയായിട്ട് മഹർഷിയുടെ കഴുത്തിലിട്ടു. എന്നിട്ട് പരീക്ഷിത്ത് പോയി. അവിടെ ആവശ്യം എന്താ? വയറ് ജനിപ്പിച്ചതാണ് എന്ത്? ദാഹം. ആ ശരീരം രചിപ്പിച്ച ദാഹം മനസ്സിൻ്റെ ദാഹത്തെ അതിക്രമിച്ചു. ആ വിവേകത്തിനെ ചൂഷണം ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയി. എല്ലാവരും ഇതിന് വിധേയരാണ്. നിങ്ങൾക്കൊരു ശരീരമുണ്ടെന്ന് സമ്മതിച്ചു, പക്ഷേ ആ ശരീരം നിങ്ങളെ ഭരിക്കരുത്. നിങ്ങളെ ഭരിക്കുന്നത് മനസ്സാകണം. നിങ്ങളെ ഭരിക്കുന്നത് നമ്മുടെ തലയാകണം. ഉത്തമാംഗമാണത്. ആ ഉത്തമാംഗം കൊണ്ട് വേണം എല്ലാ ഭരണവും നടത്താൻ. ഈ തല ഒന്നും ചെയ്യുന്നില്ല. കണ്ണടക്കം എല്ലാ അവയവങ്ങളെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഉന്നത ശിരസ്കനായിരിക്കുന്ന മനുഷ്യൻ ആ ശിരസ്സിനാൽ നിയന്ത്രിതമാകണം. ദേഹത്താലോ വികാരങ്ങളാലോ നിയന്ത്രിതനാകരുത്. പരീക്ഷിത്ത് അങ്ങനെ അത് ചെയ്തു പോയി. പാവം നല്ല മനുഷ്യനായിരുന്നു. അവിടെ ചെന്ന് സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴേക്കും പാവം ചെയ്തുല്ലോ ഞാൻ തെറ്റ് എന്നുള്ള വലിയ പശ്ചാത്താപമായി. ആ പശ്ചാത്താപത്തിൽ അദ്ദേഹം എന്തു ചെയ്തു? രാജബുദ്ധി എന്നൊന്നുണ്ടല്ലോ. രാജബുദ്ധി സാമാന്യ ബുദ്ധിയല്ല, ഗൃഹസ്ഥന്മാരുടെ ബുദ്ധിയല്ല. ഞാൻ അബദ്ധത്തിൽ ആനയ്ക്കും അടി തെറ്റും. എനിക്കൊരടി തെറ്റിപ്പോയതാണ്. ഞാൻ ചെയ്തത് ശരിയല്ല. ഈ ചെയ്തത് കണ്ടെത്തും ആരെങ്കിലും, അതിനെനിക്ക് ശിക്ഷയും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കളയാം എന്നിങ്ങനെ പശ്ചാത്തപിച്ചിരിക്കുമ്പോൾ കാട്ടുതീ പോലെ വളർന്നു പരീക്ഷിത്ത് ചെയ്ത പ്രവൃത്തി. അതിൻ്റെ ഇടയിൽ ശമീക മഹർഷിയുടെ പുത്രൻ അവിടെ വന്നു. നോക്കിയപ്പോൾ അച്ഛൻ്റെ കഴുത്തിൽ എന്താ ഇത്? കണ്ണടച്ചിരിക്കണു അച്ഛൻ, പാമ്പുകൊണ്ട് കഴുത്തിൽ. അച്ഛൻ പിടിച്ച് കാത്തിട്ടുണ്ടാവില്ല. അതൊരു ചെത്ത പാമ്പാ. ജീവനുള്ളതാണെങ്കിൽ അരിച്ചു പോയിട്ടുണ്ടാവും. ഇതാരാ ഇത് ചെയ്യുക? ഉടനെ അത് വേഗം എടുത്തു കളഞ്ഞ ആ ചെറിയ കുട്ടി. വെള്ളം കൊടുക്കാത്തതിൻ്റെ പേരിൽ പരീക്ഷിത്ത്, മുതിർന്ന പരീക്ഷത്തിൻ്റെ മനസ്സിൽ ഇത്രയൊക്കെ വികാര വിക്ഷുബ്ധത ഉണ്ടാകാമെങ്കിൽ ആ ചെറിയ കുട്ടിയുടെ മനസ്സിൽ എന്തുമാത്രം ഉണ്ടായിക്കൂടാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ കുട്ടി പാമ്പിനെ എടുത്തിട്ടു. അച്ഛൻ എണീക്കണില്ല, ധ്യാനിക്കുകയാണ്. ഒന്നും അച്ഛനെ കുലുക്കി എണീപ്പിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ നദീതീരത്തിൽ ചെന്നു, താഴത്തേക്ക് ഇറങ്ങി കയ്യിൽ വെള്ളമെടുത്തു. ഇത് ചെയ്തിട്ടുള്ളത് ഒരു ക്ഷത്രിയനെ ആവൂ. ഈ ക്ഷത്രിയന്മാർക്കൊക്കെ അവരുടെ അസ്ത്രബലവും ശസ്ത്രബലവും കയ്യുബലവും കയ്യൂക്കുമാണ്. ഈ ക്ഷത്രിയന്മാരുടെ കയ്യൂക്കാണോ മേലെ, അതോ തപസ്വികാരുടെ മനസ്സിൻ്റെ ഊക്കോ മേലെ എന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ആര് തന്നെ ആയാലും ശരി, ചെത്ത പാമ്പിനെ എടുത്തിട്ടവൻ 7-ാം ദിവസം ജീവിച്ചിരിക്കുന്ന സർപ്പം വന്ന് കടിച്ച് മരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ശാപം. പരീക്ഷിത്തെടുത്തിട്ടത് പാമ്പാ. ഈ മകൻ എന്താ ചെയ്തത്? വായ കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. കേൾക്കണുണ്ടോ നിങ്ങൾ? ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, എന്ത്? ഇന്ദ്രിയ തലത്തിൽ നടക്കുന്ന പ്രവൃത്തിക്ക് ഒരു ഫലമാണ്, വായ കൊണ്ട് നടത്തുന്നതിന് 1000 ഫലമാണ്, മനസ്സുകൊണ്ട് ചെയ്യുന്നതിന് 10,000, ബുദ്ധി കൊണ്ടുള്ളതിന് 1,00,000 എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതോ എനിക്ക് മാത്രമേ ഓർമ്മയുള്ളൂ? അപ്പോൾ കയ്യൂക്ക് കൊണ്ടാണ്, വില്ലിൻ്റെ തുമ്പ് കൊണ്ട് ചെത്തപാമ്പിനെ കൊണ്ടുവന്ന് കഴുത്തിലിട്ടത് ശിക്ഷ. ശരീരം കൊണ്ട് ശരീരത്തിലിട്ടു. ഇവിടെ മകൻ പറയുന്നത് എന്താ? മനസ്സുകൊണ്ടും വായ കൊണ്ടുമാണ് പറഞ്ഞത് പാമ്പ് കടിച്ച് മരിക്കട്ടെ എന്ന്. പരീക്ഷത്തിൻ്റെ പാപവൃത്തി എത്രത്തോളം കാട്ടുതീ പോലെ പറന്നുവോ അതിനേക്കാൾ വലിയ ബടവാഗ്നിയായി പരന്നു ഏത്? മകൻ്റെ ശാപം. ശരി, ഞാൻ ചെയ്ത തെറ്റിന് പറ്റിയ ശിക്ഷയായി.
ഇനി 7-ാം ദിവസം മരിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഇനി എന്തു വേണം? ആ രാജബുദ്ധി. കേൾക്കണുണ്ടോ നിങ്ങൾ? ഏതായാലും 7-ാം ദിവസം മരിക്കുമല്ലോ. ആ മരണത്തിനെ കീഴടക്കാനുള്ളൊരു മഹാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. ഞാൻ എപ്പോഴും പറയും, മരണത്തിനെ കീഴടക്കിയ മഹാസ്ത്രം. 7-ാം ദിവസം മരിക്കാൻ പോവാണ്. ആ മരിക്കാൻ പോകുന്ന ആ ദുരന്തമുണ്ടല്ലോ, അതിന് മുൻപ് തന്നെ മരണത്തിനെ ഞാൻ തരണം ചെയ്ത് അമരനായിത്തീരും എന്ന് പറഞ്ഞ് അതിനെനിക്ക് ചെയ്യാവുന്നത് പ്രായോപവേശം എന്ന് പറയുന്ന ഒരു തപസ്സാണ്. ഭക്ഷണമോ വെള്ളമോ കഴിക്കാതെ എത്ര കാലം ജീവിക്കുന്നുവോ ശരീരം വീഴുന്നത് വരെ കഴിച്ചു കൂട്ടുക, അതാണ് പ്രായോപവേശം. ഇങ്ങനെ ഒരു സത്യം, ഒരു വ്രതമുണ്ട്. അത് പലരും പറയാറുണ്ട്, കേൾക്കാറുണ്ട്, കാണാറില്ല. പരീക്ഷിത്ത് മഹാരാജാവ് ഇങ്ങനെ ഒരു ദുരന്തത്തെ നേരിടാൻ വേണ്ടി പ്രായോപവേശം അനുഷ്ഠിച്ചു എന്നങ്ങോട്ട് കേട്ടപ്പോൾ ലോകം മുഴുവനും ഇളകി മറിഞ്ഞു. അഹോ അഹോ, അദ്ദേഹം ചെയ്ത പാപം അസ്തമിച്ചു. അദ്ദേഹം എടുത്ത പവിത്രമായിരിക്കുന്ന സാഹസികത വ്രതം, അതാണ് പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിച്ചത്. എല്ലാ മഹർഷിമാരും ഓടിച്ചാടി വന്നു, ബ്രാഹ്മണരും വന്നു, കേട്ടവരൊക്കെ വന്നു. ബലേ ഭേഷ്, ബലേ ഭേഷ് എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചു. അങ്ങനെ അഭിനന്ദിച്ചപ്പോൾ പരീക്ഷിത്ത് പറഞ്ഞതാണ്, നിങ്ങളുടെ അഭിനന്ദനം ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ അത് അന്വർത്ഥമാകണമെങ്കിൽ എനിക്ക് ഈ പ്രായോപവേശം അവസാനിക്കുന്നത് വരെ എൻ്റെ ചെവിക്ക് തോരാതെ നിങ്ങൾ തത്വകഥനങ്ങളും ഈശ്വര ഗുണമൂല്യ മഹിമകളും എല്ലാം തന്നെ പറഞ്ഞ് കേൾപ്പിക്കണം, കേൾപ്പിക്കണം, കേൾപ്പിക്കണം. അതിന് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മാത്രമേ നിങ്ങളുടെ അഭിനന്ദനം അന്വർത്ഥമാകൂ എന്ന് പറഞ്ഞു. മനസ്സിലായോ? ആ അവതരണമാണ്, മഹർഷിയുടെ തൂലിക പറഞ്ഞു തരുന്നതാണ് നമുക്ക്. അതങ്ങോട്ട് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ശരി എന്ന് പറഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് പുറപ്പെട്ടു. ഒരു സൂതനുണ്ടായിരുന്നു പറയാൻ, അതവിടെ ഇരിക്കട്ടെ. ഈ മഹർഷിയുടെ പുത്രൻ ശപിച്ചു കുടീരത്തിലേക്ക് എത്തി. കുടീരത്തിലേക്ക് എത്തുമ്പോഴേക്കും അച്ഛൻ കണ്ണു തുറന്നിരിക്കുന്നു. അദ്ദേഹത്തിന് മൊത്തത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നി. അങ്ങനെ തോന്നിയിരുന്നിങ്ങനെ 4 ഭാഗത്തേക്കും നോക്കുമ്പോഴാണ് മകൻ ഓടി വരുന്നത്. ഓടി വന്ന് കഥച്ച്, എന്താ മോനെ ഓടിക്കഥച്ച് വരണത്? അച്ഛാ അറിഞ്ഞില്ലേ, ഒരു പാമ്പ് കഴുത്തിലിരിക്കണു, ചെത്ത പാമ്പ്. അതിന് ഞാൻ എടുത്തിട്ടു, എന്നിട്ടോ ഞാനൊരു ശാപം കൊടുത്തിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു ശാപം. നിശമ്യ ശബ്ദം അധദർഹം നരേന്ദ്രം സബ്രാഹ്മണോ നാത്മജമഭ്യനന്ദത്. കാത് കടം മേടിച്ച് കേൾക്കിൻ, കടം മേടിച്ച് കേൾക്കൂ. നിശമ്യ ശബ്ദം അധദർഹം നരേന്ദ്രം സബ്രാഹ്മണോ നാത്മജം അഭ്യനന്ദത്. അഹോബതാംഹോ മഹദജ്ഞതേ കൃതം അൽപീയസിദ്രോഹ ഉരുർദമോ ധൃത. എൻ്റെ പൊന്നുമോനെ, നീ എന്താ ചെയ്തത്? ഏതോ ഒരു രാജാവ് ഇവിടെ വന്നിരിക്കാം. അദ്ദേഹം എന്തെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ടാവും, ഒരു ക്ഷോഭം, ഒരു വികാര വിക്ഷുബ്ധതയിൽ ഒരു ചെത്ത പാമ്പിനെ കഴുത്തിലെടുത്തിട്ടു. ജീവിച്ചിരിക്കണതിനെ അല്ലല്ലോ. അത് നീ അത് എടുത്തു മാറ്റി, അതോടുകൂടി തീർന്നില്ലേ? ഒരാൾ ഇട്ടു, ഒരാൾ എടുത്തു മാറ്റി. എൻ്റെ കഴുത്ത് പഴയ പോലെ ഉണ്ടല്ലോ. അതിന് നീ എന്തിനാ ഇങ്ങനെ ഒരു ശാപം നടത്തിയത്? അൽപീയസി ദ്രോഹ ഉരുർദമോ ധൃത. മകനെ അഭിനന്ദിച്ചില്ല അത്രേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ മകനാ ഇങ്ങനെ ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? വില വേഷ് നന്നായി, അപ്പം ഇന്ന് പ്രത്യേകമായിട്ട് കാഡ്ബറി മേടിച്ചു തരാം എന്നല്ലേ നിങ്ങൾ പറയുക? നിശമ്യ ശബ്ദം അധദർഹം നരേന്ദ്രം. ഇങ്ങനെ ഒരു ശാപത്തിന് വിധേയനല്ല ഈ പരീക്ഷിത്ത്. സബ്രാഹ്മണോ, ആ ബ്രാഹ്മണൻ നാത്മജം അഭ്യനന്ദത്, ആത്മജം പുത്രനെ അഭിനന്ദിച്ചില്ല. അഹോബതാംഹോ മഹദജ്ഞതേ കൃതം. നീ ചെയ്തത് വലിയ ഒരു വിഡ്ഢി, ഒരു അജ്ഞാനിയെ പോലെയാണ് പ്രവർത്തിച്ചത്. എന്താ? അൽപീയസിദ്രോഹ, വളരെ ചുരുങ്ങിയ ഒരു ദ്രോഹം, പരിമിതമായിട്ടുള്ള ഒരു ദ്രോഹം. ഒരു ചെത്ത പാമ്പിനെ കഴുത്തിലെടുത്തിട്ടു, അതെടുത്ത് മാറ്റിയാൽ തീർന്നില്ലേ അതിൻ്റെ കാര്യം? അതിന് പുലയാചരണമൊന്നും ഇല്ലല്ലോ അവിടെ, അതങ്ങോട്ട് തീർന്നു. അതിന് പകരം മഹദജ്ഞതേ കൃതം അൽപീയസിദ്രോഹ ഉരുർദമോ ധൃത. വലിയൊരു ശിക്ഷയാണ് നീ നൽകിയത്, ആനുപാതികമായിട്ടുള്ള ശിക്ഷയല്ല. നിനക്കറിയാമോ, ഇവിടെ വന്നതും പോയതും ഒരു പക്ഷേ ക്ഷത്രിയ വീരനായിരിക്കാം, പക്ഷേ ഞാനൊരു തപസ്വിയാണ്, നീ എനിക്ക് ജനിച്ചവനാണ്. നാം കുടീരത്തിലാണ് താമസിക്കുന്നത്. കുടീരവാസികൾക്ക് അവരുടേതായ മൂല്യങ്ങളും ധർമാനുഷ്ഠാനങ്ങളും ആദർശങ്ങളും മാനദണ്ഡങ്ങളുമുണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമുക്ക് നമ്മുടേതായ മാനദണ്ഡങ്ങളുണ്ട് കുട്ടി, അത് മനസ്സിലാക്കണം.
ചെറുപ്പകാലം മുതൽക്ക് വേണം മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ. ശ്രീമദ് ഭാഗവതം നമ്മുടെ മുൻപിൽ 3 കുട്ടികളെയാണ് അവതരിപ്പിക്കുന്നത്. ഒന്ന് ശമീക മഹർഷിയുടെ പുത്രനെ, അത് കഴിഞ്ഞാൽ ധ്രുവനെ, പിന്നെ പ്രഹ്ലാദൻ. ഇങ്ങനെ 3 കുട്ടികളെയാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഇത് പറയുന്നത് വേദവ്യാസ മഹർഷി. അപ്പുറത്ത് കുട്ടികളായാലും മഹർഷിയായാലും നാം കേൾക്കുന്നവരൊക്കെ മുതിർന്നവരാണ്. അതുകൊണ്ട് അവിടെ കുട്ടിയെ അവതരിപ്പിക്കുന്നത് രസകരമായിട്ടുള്ള ഒരു ദൃശ്യം രചിക്കാനാണ്. പക്ഷേ ആ കുട്ടിയുടെ മുഖത്തിലൂടെയും കുട്ടിയെ ഉദാഹരിച്ചുകൊണ്ടും മഹർഷി ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നതായ മൂല്യങ്ങളും തത്വങ്ങളും സിദ്ധാന്തങ്ങളും ഉണ്ടല്ലോ, അവ നിത്യപ്രസക്തമാണ് മനുഷ്യ മനസ്സിനും മനുഷ്യ ബുദ്ധിക്കും മനുഷ്യ ഹൃദയത്തിനും മനുഷ്യ ജീവിതചര്യയ്ക്കും. അതുകൊണ്ടാണ് ഈ ശാസ്ത്രം ഇന്നും ഒരക്ഷരം മാറ്റിവെക്കാതെ, ഒരു ഹ്രസ്വം ദീർഘമാകാതെ, ഒരു പദം റീപ്ലേസ് ചെയ്യാതെ ഇന്നും അത് പാടണം, ഇന്നും അത് കേൾക്കണം, ഇന്നും അത് വായിക്കണം, ഇന്നും അത് പഠിക്കണം, അനുചിന്തനം ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്നത്. ഒരു ഹിസ്റ്ററിയെ ഇങ്ങനെ മനുഷ്യർ ആരാധിക്കില്ല, ഹിസ്റ്ററിയെ മറക്കുകയാണ് ചെയ്യാറുള്ളത്. നാം പഠിച്ച ഹിസ്റ്ററിയൊക്കെ ആ കോളേജിൻ്റെയും സ്കൂളിൻ്റെയും ഗേറ്റിൽ തന്നെ ഇട്ടിട്ട് സർട്ടിഫിക്കറ്റും കൊണ്ടാണ് നമ്മൾ വരിക. ഇതങ്ങനെയുള്ള ഹിസ്റ്ററിയല്ല, ഹിസ്റ്ററി ജനിപ്പിക്കുന്നതാണ്. മനുഷ്യ സ്വഭാവ രൂപീകരണത്തിനുള്ള ഹിസ്റ്ററിയാണിത്. ഇതിഹാസം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. ആ ബ്രാഹ്മണൻ അഭിനന്ദിക്കാതെ പറഞ്ഞു കൊടുക്കുകയാണ്, പ്രായശ സാധവോ ലോകേ പരൈർദ്വന്ദ്വേഷു യോജിതാഃ ന വ്യഥന്തി ന ഹൃഷ്യന്തി യത ആത്മാ അഗുണാശ്രയഃ. പ്രായശ സാധവോ ലോകേ പരൈർദ്വന്ദ്വേഷു യോജിതാഃ. നോക്കൂ, 1-ാം സ്കന്ധത്തിലുള്ള ചരിത്രമാണ് ഈ പറയുന്നത്. ഒരു കുട്ടിയെ അവതരിപ്പിച്ച് ശമീക മഹർഷിയെ കൊണ്ടുവന്ന് പരീക്ഷത്തിനെ പോലെ ഒരു മഹാരാജനെ അവിടെ കൊണ്ടുവന്ന് ഈ സംഭവം നടത്തിച്ചതിന് ശേഷം അച്ഛൻ മകനോട് പറയുന്നതാണ്. ഈ ശ്രീമദ് ഭാഗവതം മുഴുവൻ അങ്ങനെയാണ്. നിങ്ങൾ പിതാക്കളാണോ അച്ഛനമ്മമാരാണോ, നിങ്ങളുടെ കയ്യിൽ ഭാഗവതം എന്ന് പറയുന്ന സമ്പത്ത് പൈതൃകമുണ്ടോ, അത് കുട്ടികളെ ഉപദേശിക്കൂ കൂട്ടരെ. സാധിക്കുമോ നിങ്ങൾക്കിത്? എന്താ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കും, കാറിൽ പറഞ്ഞയക്കും, പൊണ്ണത്തടി പോലെ പൂളയ്ക്ക പോലെ ശരീരം വീർക്കും. ആ മനസ്സൊന്ന് വികസിക്കാൻ, ആ മനസ്സൊന്ന് ധന്യമാകാൻ, പവിത്രമാകാൻ, അതിൽ ഭക്തി പ്രതിഷ്ഠിതമാകാൻ, എങ്ങനത്തെ സന്ദർഭത്തിലും ചുറ്റുപാടിലും പ്രതിസന്ധിയിലും തളരാത്ത ഒരു വ്യക്തിത്വം വളർത്തിയെടുക്കാൻ, നിർമ്മിക്കാൻ, അതിനെ നങ്കൂരമിട്ട് ഉറപ്പിക്കാൻ, ദൃഢമാക്കാൻ, അതിന് നിങ്ങൾക്ക് ഏതച്ഛനാ ഏതമ്മയ്ക്കാ എന്താ കൊടുക്കാനുള്ളത്? താനുണ്ണാത്തേവർ വരം കൊടുക്കില്ല. ഈ ഗുണങ്ങളും മൂല്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ആ മഹർഷി പുത്രനോട് പറയാണ്, പ്രായശ സാധവോ ലോകേ പരൈർദ്വന്ദ്വേഷു യോജിതാഃ. സാധുജനങ്ങൾ, നല്ല മനുഷ്യർ, അവർക്കൊരു പ്രമാണമുണ്ട്. ലോകത്തിൽ പെരുമാറുന്ന സമയത്ത് എല്ലാവരും ഔദാര്യമുള്ളവരാവില്ല, സുശീലരാവില്ല. അപ്പോൾ പലരും പലതരത്തിലും നമ്മളോട് പെരുമാറും. ഈർഷ്യയോടുകൂടി, വെറുപ്പോടുകൂടി, വിദ്വേഷത്തോടു കൂടിയൊക്കെ പെരുമാറും. അങ്ങനെ ദ്വന്ദ്വങ്ങളിൽ നമ്മെ നിയോഗിച്ചാലും ന വ്യഥന്തി ന ഹൃഷ്യന്തി. ഭാഗവതത്തിൻ്റെ മൂല്യമാണ്. നമ്മുടെ മനസ്സ് അതിര് വിട്ട് തുള്ളിച്ചാടും വേണ്ട, അതിര് വിട്ട് ദുഃഖിക്കും വേണ്ട. യഥാത്മാ അഗുണാശ്രയഃ. കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ എല്ലാറ്റിനും അധിഷ്ഠാനമായി നിൽക്കുന്നത് ആത്മതലമാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമുക്കൊരു ശരീരമുണ്ട് പാഞ്ചഭൗതികമായി, അതിൻ്റെ ഉള്ളിൽ വികാരഭൂയിഷ്ടമായ ഒരു മനസ്സുണ്ട്. ആ മനസ്സിൻ്റെ ഉള്ളിലാണ് ബുദ്ധി എന്ന് പറയുന്ന തലം, അതിൻ്റെ ഉള്ളിലാണ് അഹങ്കാരം. അത് വിട്ടൊരു തലമുണ്ട്, അതാണ് പരമാത്മതലം, ആത്മതലം. ആ ആത്മതലത്തിൽ നിന്ന് ഒരു പ്രവൃത്തിയും തുടങ്ങുന്നില്ല. അവിടെ പ്രവൃത്തിയുടെ ഫലമായി ഒരു തരത്തിലുള്ള ഫലവും അവിടെ വന്ന് വീഴുന്നില്ല. അത് പാപത്തിനും പുണ്യത്തിനും വിധേയമല്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? അത് പാപത്തിനും പുണ്യത്തിനും വിധേയമല്ല. അത് കർത്തൃത്വത്തിനും ഭോക്തൃത്വത്തിനും വിധേയമല്ല. അത് അഗുണാശ്രയഃ. അതിന് ഗുണങ്ങളുടെ സ്വാധീനമോ ഏറ്റക്കുറച്ചിലോ ഒന്നുമില്ല. ആ ആത്മപാഠം ഓതിക്കൊടുക്കണു അദ്ദേഹത്തിന്. ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ കുട്ടിയെ അവതരിപ്പിച്ച് നടന്നതാ. കുറച്ചും കൂടിയും പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇങ്ങനെയാണ് അച്ഛനമ്മമാർ കുട്ടികളോട് പറയേണ്ടത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഇനി നമുക്ക് പറയുന്നത് എന്താ? ധ്രുവൻ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് രണ്ടാമത് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ആരാ ധ്രുവൻ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ്? ഉത്താനപാദന് 2 ഭാര്യമാരാണ്. സുനിധി, സുരുചി എന്ന് പറഞ്ഞ് 2 ഭാര്യമാർ. അതിൽ സുരുചിയുടെ പുത്രൻ ഉത്തമൻ, സുനിധിയുടെ പുത്രൻ
സുനീതിയുടെ പുത്രനാണ് ധ്രുവൻ. അപ്പോൾ ഒരച്ഛനും 2 ഭാര്യമാർ, അതിൽ തെറ്റൊന്നുമില്ല. ക്ഷത്രിയന്മാർക്ക് വിധിച്ചിട്ടുള്ളതാണ്. പുരുഷന്മാർ ധാരാളം യുദ്ധത്തിൽ മരിക്കും, സ്ത്രീകളുടെ സംഖ്യ കൂടും. അപ്പോൾ ഏത് സ്ത്രീ വന്ന് കൈ ആവശ്യപ്പെട്ടാലും നൽകണം എന്നാണ് ക്ഷത്രിയന്മാർക്കുള്ള നിയമം പണ്ടേ മുതൽക്ക് തന്നെ. ആ നിയമത്തിന് വിധേയമായിട്ടാണ് കൃഷ്ണൻ 16,008 പേരെ വിവാഹം കഴിച്ചത്. അതിൽ 16,000 പേരെ വിവാഹം കഴിച്ചത് ഒരേ മുഹൂർത്തത്തിൽ. കേൾക്കുന്നുണ്ടോ? ഒരേ മുഹൂർത്തത്തിൽ ഒരുമിച്ചാണ് എല്ലാവർക്കും താലി കെട്ടിയത്. അപ്പോൾ എത്ര കൃഷ്ണന്മാരുണ്ടായിരുന്നു? അതിൽ ഏതാ ഒറിജിനൽ, ഏതാണ് നക്കൽ എന്ന് പറയാൻ പറ്റില്ല. ആർക്കാണ് ശരിയായിട്ടുള്ള കൃഷ്ണനെ കിട്ടിയിരിക്കണതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ 16,000 അങ്ങനെയാണ് അവിടെ നടന്നത്. ഒരു തെറ്റുമില്ല, ഒക്കെ പറയുന്നത് ശരിയാണ്. ഞാനിപ്പോൾ വിവരിക്കണില്ല. അപ്പോൾ ഈ പുത്രൻ ധ്രുവൻ ഒരു ദിവസം അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഉത്തമൻ അവിടെ മടിയിലിരിക്കണ സമയമാണ്. അപ്പോൾ ഉത്തമൻ മടിയിലിരിക്കുമ്പോൾ തന്നെത്താൻ ഏത് കുട്ടിക്കും തോന്നും, ഞാനും ഇപ്പുറത്തെ മടിയിൽ ഒരു തുടയിലാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ ഞാനിരിക്കുമ്പോൾ ഒന്ന് മാറിയിരിക്കട്ടെ എന്ന്. ഏകദാ സുരുജേ പുത്രം അംഗമാരോപ്യലാലയൻ ഉത്തമം നാരുരുക്ഷന്തം ധ്രുവം രാജാഭ്യനന്ദത. ആ കുട്ടി അവിടെ വന്ന് കൊഞ്ചി ഞാനും ഒന്ന് ഇരിക്കാം എന്ന് പറഞ്ഞ് വന്നപ്പോൾ അച്ഛൻ ഒരു വാക്ക് പറഞ്ഞില്ല. മോനെ വരൂ, ഇതാ ഇരിക്കാം എന്ന് പറഞ്ഞ് ഉത്തമനെ കുറച്ചൊന്ന് മാറ്റിയിരുത്തി മടിയിൽ വയ്ക്കുക. അങ്ങനെയൊന്നും ഉണ്ടായില്ല. അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സുരുചി അവിടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ആ സുരുചി പറയണത് എന്താ? മോനെ, ഇത് സാധ്യമല്ല. ഈ മടി എൻ്റെ മകനുള്ളതാണ്, അത് നിനക്കുള്ളതല്ല. നിനക്ക് ഈ മടി കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തു വേണം? നീ എൻ്റെ ഗർഭത്തിൽ ജനിച്ച് എൻ്റെ പുത്രനായാലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. കേൾക്കുന്നുണ്ടോ പറയണത്? എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? നീ ആദ്യമായിട്ട് ചാവ്, എന്നിട്ട് എൻ്റെ ഗർഭത്തിൽ വന്ന് ജനിക്ക്, എന്നിട്ട് വളരുമ്പോൾ അപ്പം ഞാൻ നിനക്ക് ഈ മടി തരാം. ആ കുട്ടിയോട് പറഞ്ഞതാ. ഒരു രാജാവിൻ്റെ ഒരു ഭാര്യ പറഞ്ഞതാ. അത് ഒരു നിലയ്ക്ക് സ്റ്റെപ്പ് മദർ പറഞ്ഞതാണ്. അതങ്ങോട്ട് കേട്ടപ്പോൾ അച്ഛനൊന്നും ഇത് കേട്ടിട്ട് മിണ്ടിയില്ല. എന്താണ് അച്ഛൻ്റെ ദൗർബല്യം എന്ന് പറയാൻ പറ്റില്ല. ആദ്യം അനുവദിച്ചില്ല, സമ്മതിച്ചില്ല. രണ്ടാമത് കൂടെയുള്ള അമ്മ, രണ്ടാനമ്മ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ കുറച്ചും കൂടി മനസ്സിന് വിഷമായി. അത് കേട്ട അച്ഛനൊന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് തീക്കത്തി വിഷമം. കരഞ്ഞുകൊണ്ട് അവിടെ അങ്ങോട്ട് ചെന്നു അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ അമ്മ കെട്ടിപ്പിടിച്ച് ഒന്ന് ഉമ്മ വെച്ച് താലോലിച്ചൊക്കെ പറഞ്ഞു, അമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ പറയുകയാണ്, എൻ്റെ പൊന്നുമോനെ ശരിയാണ്. ഈ രാജധാനിയിൽ എനിക്ക് പോലും ഒരു വേലപ്പെണ്ണിൻ്റെ സ്ഥാനേ ഉള്ളൂ. എന്നെ രാജാവ് കല്യാണം കഴിച്ചത് ശരിയാണ്. ഞാനിവിടെ ഒരു രാജ്ഞി എന്നുള്ള നില എനിക്കില്ല. ഇവിടെ ഒക്കെ സുരുചിയാണ് ആളുന്നത്. അതുകൊണ്ട് നിൻ്റെ ചെറിയമ്മ പറഞ്ഞില്ലേ, ഈശ്വരനെ ഭജിച്ച് രണ്ടാമത് ജനിക്കൂ എന്ന് പറഞ്ഞില്ലേ, ആ പറഞ്ഞത് ശരിയാ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോനെ നീ എന്തു വേണം? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ അമ്മ പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് നീ എന്തു വേണം? നേരെ മധുവനത്തിലേക്ക് ചെല്ല്. ഈ ലോകത്തിൽ ഒരാൾക്കും മടി റിഫ്യൂസ് ചെയ്യാതെ, തിരസ്കരിക്കാതെ ഇരിക്കുന്ന ഒരു അഖില ചരാചരങ്ങളുടെയും അധിപതിയായിരിക്കുന്ന ഒരു മഹാവിഷ്ണു, ഒരു പരമകല്യാണ നിധിയായിരിക്കുന്ന ശ്രീഹരിയുണ്ട്. ആ ശ്രീഹരിയെക്കുറിച്ച് തപസ് ചെയ്യൂ. ആ തപസ് ചെയ്യാനായി 5 വയസ്സായിട്ടുള്ള കുട്ടിയാണ് പോകുന്നത്. ആ കുട്ടിയെ പറഞ്ഞയച്ചു മധുവനത്തിലേക്ക് ഏകാഗിയായി. ആ വന്നപ്പോൾ തട്ടി തലോടി സമാധാനിപ്പിച്ചത് വരെ നിങ്ങളൊക്കെ ചെയ്യും. അവിടുന്ന് അങ്ങോട്ടുള്ളതോ ഇവിടെ സ്കൂൾ ബസ്സിൽ ഭംഗിയായി കയറ്റി അയച്ചാലും ഒരമണിക്കൂർ വൈകിയെന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പോൾ എത്ര ടെലിഫോൺ കോളായി. ആകാശവും ഭൂമിയും ഭേദിക്കത്തക്ക വിധത്തിലാണ് നിങ്ങളുടെ അന്വേഷണവും കാര്യങ്ങളും. സമാധാനം എന്ന് പറയണതില്ല. ആ നേരെ മറിച്ച് നാം ആരാധിക്കുന്നതും ഏത് ഈശ്വരനിലാണോ നമ്മുടെ ജീവിതം നിലകൊള്ളുന്നത്, ആ ഈശ്വരനെക്കുറിച്ച് തപസ് ചെയ്ത് മഹാവിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തി നിനക്ക് എന്നേക്കും അഴിവില്ലാത്തതായ ഒരു ഒരു സ്ഥാനം നീ സമ്പാദിച്ചോ എന്ന് പറഞ്ഞ് 5 വയസ്സായ കുട്ടിയെ ഒരമ്മ ഏകാഗിയായി ചെന്ന് ഘോര വനത്തിൽ തപസ് ചെയ്യൂ എന്ന് പറഞ്ഞ് അയച്ചു. ഇതാണ് ഭക്തജനങ്ങളെ ഭാരതത്തിൻ്റെ പൈതൃകം, ഭാരതത്തിൻ്റെ പാരമ്പര്യം. സ രക്ഷിത രക്ഷതി യോഹി ഗർഭേ. ഒരച്ഛനും ഒരമ്മയുമായി നിങ്ങൾ നല്ല പിള്ള ചമയണ്ട. എൻ്റെ ഗർഭത്തിൽ ജനിച്ച കുട്ടിക്ക് ഞാനാണ് രക്ഷകൻ അല്ലെങ്കിൽ രക്ഷക എന്ന് പറഞ്ഞു പോകരുത്, മിണ്ടിപ്പോകരുത്. നമ്മളല്ല ഇവിടെ രക്ഷകന്മാർ, ഒരിക്കലുമല്ല. ഇവിടെ എല്ലാം കൂടി രക്ഷിക്കാനുള്ളത് ഒരൊറ്റ ശക്തിയേ ഉള്ളൂ.
ആ ശക്തിക്ക് കീഴിലാണ് ഈ ബയോളജിക്കൽ ബോഡി, ഇറ്റ്സ് എവല്യൂഷൻ, ദ വേരിയസ് ബയോളജിക്കൽ പ്രോസസ്സസ്, ദ സൈക്കോളജിക്കൽ സീക്വൻസസ്, ദ ഇൻ്റലക്ച്വൽ ഈക്വേഷൻസ്, ഓൾ ദീസ് ആർ സർവൈവിങ് ആൻഡ് റെയിനിങ് ഓൺലി അണ്ടർ ദ സുപ്രീം പവർ, ഗ്ലോറി ആൻഡ് സ്പ്ലെൻഡർ ഓഫ് ദ ഇൻവിസിബിൾ ഗ്രേറ്റ് ലോർഡ്. വേറെ ഒരാളും ഇല്ല അവിടെ. ഇത് നല്ല പോലെ സമ്മതിക്കണം. ശ്രീമദ് ഭാഗവതം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. പഥിച്യുതം തിഷ്ഠതി ദിഷ്ടരക്ഷിതം ഗൃഹേ സ്ഥിതം തദ്വിഹതം വിനശ്യതി ജീവത്യനാഥോപി തദീക്ഷിതോ വനേ ഗൃഹേപി ഗുപ്തോസ്യ ഹതോ ന ജീവതി. തൻ്റെ കയ്യിൽ നിന്ന് വഴിയിലൊരു സാധനം വീണുപോയാൽ അത് ഈശ്വരൻ രക്ഷിക്കുന്നുണ്ടെങ്കിൽ പൊടിയിൽ മൂടി അവിടെ കിടക്കും, ഒരൊറ്റ ആളും അത് കാണില്ല, നിങ്ങൾക്ക് പോയി എടുക്കാം. നേരെ മറിച്ച് അവനവൻ്റെ വീട്ടിൽ സൂക്ഷിച്ച് അലമാരയുടെ ഉള്ളിൽ ഡബിൾ ലോക്കിൻ്റെ ഉള്ളിൽ വെച്ചാലും വേറെ ആരും ഇല്ലെങ്കിൽ മകൻ കെട്ടുകൊണ്ടു. ജീവത്യനാഥോപി തദീക്ഷിതോ വനേ. ഈശ്വരനാൽ കാണപ്പെട്ട് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആളാണെങ്കിലും അനാഥനായി കാട്ടിൽ ചെന്നാലും അയാൾക്കൊരു കോട്ടവും വരില്ല. അതല്ലെങ്കിലോ എവിടെ ആയാലും നാശം ഉറപ്പ് തന്നെ. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രഖ്യാപനവും പ്രതിജ്ഞയും വാഗ്ദത്തവും സംരക്ഷണവും ഭാഗവതം നൽകുന്നതാണ്. അപ്പം മകനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. ആ പോകുന്ന സമയത്ത് നാരദ മഹർഷിയെ കണ്ടു. നാരദ മഹർഷി, എന്താ മോനെ നീ മുഖം വീർപ്പിച്ച് ചെല്ലണത്? എങ്ങടാ? ഞാൻ മധുവനത്തിലേക്ക് പോകുക. എന്തിനു വേണ്ടിയിട്ടാ? മഹാവിഷ്ണുവിനെ തപസ് ചെയ്യാൻ, എന്നിട്ടോ പ്രസാദിപ്പിക്കാൻ. കാരണം എന്താ? നടന്ന സംഭവമൊക്കെ പറഞ്ഞു. എൻ്റെ ചെറിയമ്മ ഇങ്ങനെ പറഞ്ഞു, എനിക്കതൊന്നും പറ്റിയില്ല, ഞാൻ വല്ലാതെ നീറിക്കത്തുകയാണ്, വിഷമിക്കുകയാണ്. അമ്മ പറഞ്ഞത് ഇങ്ങനെയാ. മഹാവിഷ്ണു ദുരാരാധ്യനാണെന്ന് അറിയില്ലേ എൻ്റെ പൊന്നുമോനെ? എത്ര പേര് ആരാധിച്ചു നോക്കി, പലർക്കും പ്രസാദിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ദുരാരാധ്യനായിരിക്കുന്ന ശ്രീഹരിയെ കൊച്ചുകുട്ടിയായിരിക്കുന്ന നീ എങ്ങനെയാണ് ഏകാഗിയായി ഘോര വനത്തിൽ ചെന്ന് തപസ് ചെയ്ത് ആരാധിക്കാൻ പോകുന്നത്? നിൻ്റെ കൂടെയുള്ള രണ്ടാനമ്മ ഇങ്ങനെ പറഞ്ഞു എന്നിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞാലും അത് ഇത്രയൊന്നും സാരാക്കാനില്ല. ഒരു ഭക്തൻ എന്ത് ചെയ്യും? ഇങ്ങനെ പലതുമൊക്കെ ജീവിതത്തിൽ നടക്കും, അതൊന്നും സാരമില്ല, കണ്ടില്ല, കേട്ടില്ല എന്ന് പറഞ്ഞ് സഹിക്കൂ, അതാണ് നല്ലത്. ഇതങ്ങോട്ട് കേട്ടപ്പോൾ മകന് സഹിച്ചില്ല. മഹർഷേ, അങ്ങ് നല്ല പോലെ ആലോചിക്കൂ. ഞാനൊരു ക്ഷത്രിയ പുത്രനാണ്, എന്നിൽ ക്ഷാത്ര തേജസ്സുണ്ട്. ഇങ്ങനെയുള്ള വിഷമങ്ങളും നീറ്റവും സംഭവിച്ചാൽ അത് സഹിച്ചങ്ങോട്ട് പോകാൻ പറ്റുന്ന ഒരു മനസ്ഥിതിയല്ല എനിക്ക്. അപ്പം ഞാൻ പുറപ്പെട്ടിട്ടുള്ള ഉദ്ദേശം സഫലമാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അങ്ങക്ക് എന്തെങ്കിലും ഒരു ഉപദേശമോ സഹായമോ ചെയ്യാൻ സാധിക്കുമെങ്കിൽ പറയൂ, അല്ലെങ്കിൽ വായ മൂടി പോകൂ എന്നാണ് പറഞ്ഞത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നാരദ മഹർഷിക്ക് സന്തോഷമായി. നാരദ മഹർഷി നടത്തിയതൊരു പരീക്ഷയാണ്, നമ്മുടെ പരീക്ഷയല്ല, കമ്പ്യൂട്ടർ ടെസ്റ്റൊന്നും അല്ലാതെ. നേരിട്ട് ചെന്ന് ഈ മകന് എന്താണ് നില എന്നറിയാനാ. ഇതങ്ങോട്ട് കേട്ടപ്പോൾ തൃപ്തി ആയപ്പോഴാണ് ചെവിയിൽ ചെന്നോ മോനെ, ഇതാണ് തപസ് ചെയ്യാനുള്ള വഴി എന്ന് പറഞ്ഞ് മന്ത്രം ഉപദേശിച്ചു. വാസുദേവ മന്ത്രം ഉപദേശിച്ച് മകൻ അങ്ങനെ കാട്ടിലേക്ക് ചെന്നു. കാട്ടിലേക്ക് ചെന്നിട്ടോ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിൽ? ആ ധ്രുവൻ ഇങ്ങനെ വന്ന് കളിക്കുന്നുണ്ടോ? ആ ധ്രുവൻ കാട്ടിലേക്ക് ചെന്നു. അമ്മ പറഞ്ഞയച്ചിട്ടുണ്ട്, എൻ്റെ മകൻ പോയില്ലോ എന്ന് പറഞ്ഞ് ഉറക്കില്ലാതെ ഒന്നും ഇരുന്നില്ല. അമ്മ സുഖമായിട്ടിരിക്കുകയാണ്. എനിക്ക് കൂടി ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ പറഞ്ഞയച്ചിരിക്കുകയാണ്. ഈശ്വരൻ്റെ പൂർണ്ണമായ പരിരക്ഷണത്തിലും ഇൻഷുറൻസിലുമാണ് എൻ്റെ പുത്രൻ എന്ന് പറഞ്ഞ് സമാധാനമായിട്ടിരിക്കുക. അവിടെ പോയി തപസ് തുടങ്ങി. ആ തപസ് തുടങ്ങിയത് എങ്ങനെയാണ്? എളുപ്പത്തിലുള്ള തപസ്സൊന്നുമല്ല. ആദ്യമേ മുതൽക്ക് അതിനുള്ള വ്രതങ്ങളും അതുമെല്ലാം ആലോചിച്ച് വേണ്ടതുപോലെ നടത്തി അങ്ങനെ കൊണ്ടുവരികയാണ്. എന്തൊക്കെയാണ് അവിടെ ചെന്ന് തപസ് ചെയ്യുമ്പോൾ സംഭവിച്ചത്? ആദ്യമായി ഒരു 4-5 മാസം നീണ്ടു നിന്നു. ആദ്യമേ തീരുമാനിച്ചു ഞാൻ വേണ്ടതുപോലെ ഭക്ഷണം കഴിക്കില്ല എന്ന്. ആദ്യം കുറേശ്ശെ സാധനങ്ങൾ കഴിച്ചു, വെള്ളം മാത്രം കുടിക്കും. അത് കഴിഞ്ഞ് 6 ദിവസം എന്നുള്ളത് 9 ദിവസമായി. അങ്ങനെ വെള്ളവും ഇല്ല, ഭക്ഷണവും ഇല്ല, വായു മാത്രമായി. വായു കഴിക്കലും നിറഞ്ഞ് പ്രാണവായുവും കൂടി ഇല്ലാത്ത തരത്തിൽ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുകയാണ്. ആ തപസ് ചെയ്യുന്ന സമയത്ത് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, മഹാവിഷ്ണുവിനെ ശ്രീഹരിയെ ഇങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്നുള്ള ക്രമം പറഞ്ഞു കൊടുത്ത് കണ്ണടച്ച് അങ്ങനെ ധ്യാനിച്ച് ആ മഹാവിഷ്ണു ഒരു തേജഃപുഞ്ചമായി ഒരു പ്രഭയായി മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഠപ്പ്, ആ കാണുന്നത് അങ്ങോട്ട് പോയപ്പോൾ ആ പരിഭ്രമത്തിൽ കണ്ണങ്ങോട്ട് തുറന്നപ്പോൾ
വിഷ്ണു അവിടെ പ്രത്യക്ഷമായിട്ട് നിൽക്കുന്നു. ആ ഉള്ളിലുള്ള രൂപം ഉള്ളിൽ കാണാതെയായി ഒരു ഇരുട്ട് വന്നപ്പോൾ പെട്ടെന്ന് ആ തുറന്നപ്പോഴുണ്ട് മുമ്പിൽ വന്ന് നിൽക്കണു. ഇതുവരെ കണ്ടത് ഉള്ളിലാണ്, ഇപ്പം കാണുന്നത് പുറത്താണ്. പാപം പരിഭ്രമിച്ചു, എന്താ വേണ്ടതെന്നറിയില്ല. നാം ആരാധിക്കുന്ന മൂർത്തി നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളെക്കാൾ കേമന്മാരോ ശ്രേഷ്ഠന്മാരോ ആരാധ്യരോ ആയിട്ടുള്ളവരെ കണ്ടാൽ ഉടനെ കൈ കൂപ്പി നാം വന്ദിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ധ്രുവന് മഹാവിഷ്ണുവിനെ സ്തുതിക്കണം എന്ന് തോന്നി. ആ സ്തുതിക്കണം എന്ന് തോന്നിയാലും എങ്ങനെയാണ് സ്തുതിക്കുക എന്ന് മനസ്സിലായില്ല. പ്രായം വളരെ കുറവാണ്. ഇതിൽ നിന്ന് ഭാഗവതം ഉദ്ദേശിക്കുന്നത് എന്താ? 5 വയസ്സായ ഒരു കുട്ടിക്ക് പോലും, ഒരു കുട്ടി വലിയ ഒരു ഭാരം കയറ്റണം എന്ന് പറഞ്ഞാൽ കയറ്റാൻ പറ്റില്ല. പക്ഷേ മനസ്സുകൊണ്ട് തപസ് ചെയ്യാൻ നമുക്കൊരു വിരോധമില്ല. ആ കുട്ടിക്ക് പറ്റിയ തപസ് ചെയ്തു. ആ തപസ് ചെയ്യാനുള്ള തപോബലം എല്ലാവരുടെ മനസ്സിലും നമുക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരവരെ മുൻപ് പറഞ്ഞ മാതിരി ഊച്ചാളികളാണ്, ദുർബലന്മാരാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് ബാഹ്യത്തിൽ പലതും ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരാം, എന്നാലും ആന്തരത്തിൽ എന്തും ചെയ്യാനുള്ള ശക്തി നമുക്കുണ്ട്. ആ ഒരു ചെറിയ കുട്ടി എന്താ ചെയ്തേ എന്ന് നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കൂ. ആ സമയത്ത് മഹാവിഷ്ണു എന്ത് ചെയ്തു? തൻ്റെ കയ്യിലൊരു ശംഖുണ്ട്. ആ ശംഖെടുത്തിട്ട് കവളത്തൊന്ന് തലോടി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കവളത്ത് തലോടി. ശംഖ് എങ്ങനത്തതാ? ആർക്ക് വേണമെങ്കിലും ഊതാം. ഊതിക്കഴിഞ്ഞാൽ ആ ശംഖിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദം ഒരുപോലെ ദിവ്യമായിരിക്കും. ആ ശംഖധ്വനി വല്ലാൻ വിശേഷപ്പെട്ടതാണ്. നമ്മുടെ വായ കൊണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ആര് ഊതിയാലും പരുക്കൻ ആരായാലും അതിലൊരു ശബ്ദമാണ് വേണ്ടത്. അതങ്ങനെ തന്നെ ശംഖധ്വനി വരുന്നത് പോലെ ഉടനെ ധ്രുവന് മഹാവിഷ്ണുവിനെ സ്തുതിക്കാനായിട്ടുള്ള ആ ഒരു പ്രഭാവം മഹാവിഷ്ണു അനുഗ്രഹിച്ചു കൊടുത്തു. എന്നിട്ട് ആദ്യമായി ധ്രുവൻ സ്തുതിക്കുകയാണ്. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ സന്ദേശം. എങ്ങനെയാണ് സ്തുതിക്കണത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണത്. ചിലർക്കൊക്കെ അറിയാം, ചിലർക്ക് അറിയില്ല. ഞാൻ പറയുന്നത് മഹാഭാരതത്തിലുള്ള ഹൈന്ദവ ഗൃഹങ്ങളെല്ലാം തന്നെ, ഹൈന്ദവ ഗൃഹങ്ങളല്ല, ഭാരതീയരെല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ മതമില്ല, റിലിജനില്ല. ഇത് ഹ്യൂമൻ പേഴ്സണാലിറ്റിയുടെ ഡിസ്ക്രിപ്ഷൻ ആൻഡ് എക്സ്പ്ലനേഷനാണ്. എല്ലാവരുടെ ശരീരവും പാഞ്ചഭൗതികമാണ്. ഒരു മുസ്ലിം ശരീരത്തിലുള്ള രക്തം ഹിന്ദു ശരീരത്തിന് കുത്തുവയ്ക്കാം, മറിച്ചും ആവാം. എല്ലാ ശരീരങ്ങളും പാഞ്ചഭൗതികമാണ്. അതിൻ്റെ ഉള്ളിൽ പ്രേരിപ്പിക്കുന്നതും വിനിയോഗിക്കുന്നതും ഒരേ മാതിരിയുള്ള സമാന വികാരങ്ങളുള്ള മനസ്സാണ്, സമാന യുക്തി സാമർഥ്യമുള്ള ബുദ്ധിയാണ്, സമാനമായ അഹങ്കാരമാണ്, സമാനം മാത്രമല്ല ഒറ്റയായിട്ടുള്ള ആത്മാവുമാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ധ്രുവൻ പറയുകയാണ്, യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരഃ സ്വധാംന. ആദ്യത്തെ സ്തുതിയ. എങ്ങനെയാണ് മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നത്? പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പുരുഷനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ഈ പുരുഷൻ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? പുരിഷേതേ ഇതി പുരുഷഃ. നമ്മുടെ ശരീരം ഒരു പട്ടണമാണ്. ഒരു പട്ടണത്തിനുള്ള 9 ഗേറ്റ് പോലെയാണ് നമ്മുടെ കണ്ണും മൂക്കും മുതലായിട്ടുള്ള നവദ്വാരങ്ങൾ. അപ്പം നവദ്വാരങ്ങളുള്ള ഒരു വലിയ പട്ടണമാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവില്ല. നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് മനസ്സിലാവാത്തത്. ഇൻ്റലക്ച്വൽസിന് മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ വിസ്താരം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ മദ്രാസിൽ കിടന്ന് സ്വപ്നം കാണും, ചെന്നൈയിലിരുന്നിട്ട്. എന്നിട്ട് പോകണത് മുംബൈയിലേക്കോ വാഷിങ്ടണിലേക്കോ. അപ്പോൾ ഇവിടെ ഒരു ശരീരം ഇവിടെ കിടക്കുന്നുണ്ട്. കിടക്കുന്ന സമയത്ത് പുതിയ ഒരു ശരീരമുണ്ടായിട്ടാണ് മനസ്സ് സഞ്ചരിക്കുന്നത്. അപ്പോൾ സഞ്ചരിക്കുന്ന സമയത്ത് ചെന്നൈ നഗരം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവണ്ടേ? എന്താ മിണ്ടാതെ? സ്വപ്നം കാണുമ്പോൾ ചെന്നൈ നഗരത്തിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ആ നഗരം അവിടെ ഉണ്ടാവണ്ടേ? വാഷിങ്ടണിലേക്ക് പോകുമ്പോഴോ, ഒരു പ്ലെയിനിൽ കയറി സഞ്ചരിക്കുമ്പോഴോ? അപ്പോൾ ഇത്രയധികം വിസ്താരങ്ങളും സ്ഥലങ്ങളും സംഭവങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കണമെങ്കിൽ അത് ചെന്നൈയേക്കാളും വലിയൊരു നഗരമല്ലേ? ഞാൻ നിർത്തുക. കാര്യം പറയുമ്പോൾ മനസ്സിലാവാത്തത് എന്താ നിങ്ങൾക്ക്? ഈ ഒരു ചുമരെന്താ അവിടെ?
സ്വപ്നം കാണുമ്പോൾ അത് സ്വപ്നമല്ലല്ലോ, അത് വാസ്തവത്തിലുള്ള അനുഭവമല്ലേ. ഈ ജാഗ്രത അവസ്ഥ എങ്ങനെ അനുഭവിക്കുന്നുവോ അതുപോലെ അനുഭവിക്കുകയല്ലേ സ്വപ്നാനുഭവം. 3 അവസ്ഥകളുണ്ട് നമുക്ക്. ഉറക്കത്തിലൊന്നുമില്ല, സ്വപ്നത്തിൽ ആന്തരപ്രപഞ്ചം, ഉണർന്നിരിക്കുമ്പോൾ ബാഹ്യപ്രപഞ്ചം. ഈ ബാഹ്യപ്രപഞ്ചത്തെ പോലെ സമാനമാണ് ആന്തരപ്രപഞ്ചം. എന്താ അവിടെ കുറവ്? അപ്പോൾ ഈ സ്വപ്നപ്രപഞ്ചം മുഴുവനും ഉണ്ടാക്കണം. ഇനി ബാഹ്യവസ്തുക്കളെ കാണുന്നു നിങ്ങൾ. ഒരു കടുകിനെ കാണുന്ന കണ്ണാണ് ഒരു പർവ്വതത്തെയും സമുദ്രത്തെയും ആകാശത്തെയും കാണുന്നത്. അപ്പോൾ ആ ആകാശത്തിൻ്റെ വ്യാപ്തി മനസ്സിനുള്ളിൽ പതിഞ്ഞ് അത് അനുഭവിക്കുമ്പോഴല്ലേ ഇവിടെ ഒരു ആകാശമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ആകാശവ്യാപ്തി ഉള്ളിലോ പുറത്തോ? എന്താ നിങ്ങൾ മിണ്ടാത്തെ? ഉള്ളിലല്ലേ ഈ അനുഭവം. അപ്പം മനസ്സ് ആകാശമാവുന്നില്ലേ? അപ്പം അത്രയും വ്യാപ്തി ഈ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടോ ഇല്ലയേ? അങ്ങോട്ട് കിടത്തിവിടാനുള്ള ദ്വാരങ്ങളാണ് ഈ നവദ്വാരങ്ങൾ. അപ്പോൾ അത് വലിയ ഗേറ്റാണ്. അങ്ങനെ ഒരു പുരത്തിൽ താമസിക്കുന്നവൻ പുരുഷൻ എന്ന്. ഈ ലോകം മുഴുവനും ഉണ്ടെങ്കിൽ ആ ലോകത്തിൽ താമസിക്കുന്ന പുരുഷനെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. ആ പുരുഷൻ എന്താ ചെയ്യുന്നത്? യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം. എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതായ വാക്കുകളെ അടക്കുപെട്ടിയിൽ നിന്നെന്നതുപോലെ ഇങ്ങനെ തുരുന്നിനെ ഇങ്ങനെ പുറത്ത് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഭൂമാനന്ദ സ്വാമിജി ഇവിടെ കയറിയിരുന്നു, നിങ്ങളെ നോക്കി സംസാരിക്കാൻ തുടങ്ങി. എത്ര വാക്കുകളാണ് നാവിൽ നിന്നും വായിൽ നിന്നും വരുന്നത്? എന്നോട് ചോദിച്ചാൽ ഈ വാക്കുകൾ മുഴുവൻ എവിടെയാണ് ശേഖരിച്ച് വെച്ചിട്ടുള്ളത്? വല്ല സ്ഥലത്തും വെച്ചിട്ടുണ്ടോ? ഇത്രയധികം വാക്കുകൾ എടുക്കാനോ ശേഖരിക്കാനോ പറ്റുമോ? മസ്തിഷ്കത്തിൽ ആശയ രൂപീകരണമുണ്ടത്രേ, എനിക്കറിയില്ല. അത് ശബ്ദനാളത്തിലേക്ക് പ്രസരിച്ച് ആ ശബ്ദനാളത്തിൽ നിന്ന് പല വിധത്തിലുള്ള സ്വരങ്ങളും വർണ്ണങ്ങളും സമുച്ചയങ്ങളുമായി പുറത്തു വരുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നുണ്ട് എന്നല്ലാതെ ഞാൻ നിർമ്മിക്കുന്നുണ്ട് എന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പം അങ്ങയുടെ സാന്നിധ്യമാണ് ഉള്ളിലിരുന്ന് ഉറങ്ങിക്കിടക്കുന്നതായ ശബ്ദങ്ങളെ മുഴുവൻ ഉണർത്തി നാവിലൂടെ വളരെ സ്പഷ്ടമായി സ്വച്ഛമായി വളരെ തെളിഞ്ഞ രൂപത്തിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇത് വാക്കിന് മാത്രമാണോ അങ്ങ് ചെയ്യുന്നത്? അല്ല. എന്താ അത് ചെയ്യാൻ കാരണം? അഖിലശക്തിധരഃ സ്വധാംന. കേൾക്കുന്നുണ്ടോ? എല്ലാ വിധത്തിലുള്ള ശക്തിയെയും ധരിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിൽ അങ്ങയുടെ സാന്നിധ്യം അങ്ങവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അതാണിത് നടക്കാൻ കാരണം. അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ. അതുപോലെ ബാക്കി ഹസ്തം, കയ്യ്, കാല്, ശ്രവണേന്ദ്രിയം, ത്വക്ക് എല്ലാം തന്നെ അങ്ങാണ് ഉജ്ജീവിപ്പിക്കുന്നത്. മാത്രമല്ല സക്രിയമായിരിക്കുന്ന പ്രവൃത്തികളെല്ലാം കൊണ്ടുവരണമെങ്കിൽ അതിന് പ്രാണനെയും അങ്ങനെ എല്ലാറ്റിനെയും ഉജ്ജീവിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനും പുരുഷനുമായിരിക്കുന്ന അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം മുന്നേറുന്നത്. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എന്താ രണ്ടാമത്തെ ശ്ലോകത്തിൽ വേദവ്യാസ മഹർഷി പറഞ്ഞതെന്താ? വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം സദ്യോ ഹൃദ്യവരുദ്ധ്യതേ അത്ര. ഈശ്വരനെ ഉള്ളിൽ അവരോധിക്കാൻ സാധിക്കുന്നു. മഹാവിഷ്ണു മുമ്പിൽ വന്ന് നിന്നപ്പോൾ ആ മഹാവിഷ്ണു പ്രഭയെ നോക്കിക്കൊണ്ട് ആര് പറയുന്നു? 5 വയസ്സായ കുട്ടി നിഷ്കളങ്കം, നിർവ്യാജം, നിഷ്കപടം, അങ്ങേയറ്റം നിർമ്മല ഹൃദയത്തോടു കൂടി പറയുകയാണ്, അങ്ങ് വാസ്തവത്തിൽ അഖിലശക്തിധരനായി ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ട് സ്ഥിരം സന്നിധാനം ചെയ്യുന്ന മഹത് പ്രഭാവമാണ്. അങ്ങയുടെ ശക്തിയാൽ, പ്രേരണയാൽ, സ്വാധീനത്താൽ, പ്രഭാവത്താലാണ് കൊഞ്ചിക്കുഴയുന്ന കുട്ടി മുതൽക്ക് എല്ലാവരും ശബ്ദം പുറപ്പെടുവിക്കുന്നത്. അങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കും നിദാനമായി ഹേതുവായി സാന്നിധ്യമായിരിക്കുന്ന അങ്ങേ ഞാനിതാ പരമപുരുഷനായി കണക്കാക്കുന്നു. എല്ലാ ശരീരത്തിലും അധിവസിക്കുന്ന പ്രഭാവമായി അങ്ങനെയുള്ള പുരുഷ പ്രഭാവമേ അങ്ങക്കിതാ എൻ്റെ കൂപ്പുകൈ നമസ്കാരം എന്ന് പറയുന്നു. അപ്പോൾ എവിടെയാ ഈശ്വരൻ? ഇനി തേടി നടക്കണോ? ഒറ്റ സ്ഥലത്തെ തേടുന്നു, കണ്ണടച്ച് ഉള്ളിൽ. എല്ലാ ശബ്ദങ്ങളെയും ചിന്തകളെയും പുറപ്പെടുവിക്കുന്ന ആ മഹത് പ്രഭാവം അതാണ് എന്ന് സൂചിപ്പിക്കുന്നു. നിത്യോത്സവോ ഭവേത്തേഷാം നിത്യശ്രീർനിത്യമംഗളം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗലായതനം ഹരി. ശ്രീഹരി
പരമകല്യാണനിധിയായിരിക്കുന്ന ശ്രീഹരി മംഗളായതനം, എല്ലാ മംഗളങ്ങൾക്കും നിദാനമാണ്. ആ ശ്രീഹരിയെ നിങ്ങൾ എന്തു വേണം? ആ ഉൾക്കവാടം തുറന്ന്, എന്ത്? ആ ഉള്ളിലുള്ള മനസ്സുണ്ടല്ലോ, ആ മനസ്സിൻ്റെ കവാടം തുറന്ന്, ഹരേ മഹാപ്രഭോ, ദാ എൻ്റെ ഉൾവാതൽ തുറന്നിരിക്കുന്നു, എൻ്റെ മനസ്സിൽ അങ്ങ് വന്ന് ആസനം രചിച്ച് അവിടെ തന്നെ ഇരിക്കൂ, അവിടെ നിന്ന് പുറത്തേക്ക് പോകരുത് എന്ന്. ഇത് പറയാൻ നിങ്ങളുടെ നാവ് പോരെ, അതോ വേറെ നാവ് കടം മേടിക്കണോ? നിങ്ങളുടെ മനസ്സ് പോരെ? നിങ്ങൾ ഈശ്വരനെ അകറ്റി നിർത്തരുത്, അദൃശ്യനാക്കരുത്. ഈശ്വരൻ എങ്ങും നിറഞ്ഞിരിക്കുന്ന ഒരു സാന്നിധ്യമാണ്. എങ്ങും നിറഞ്ഞ സാന്നിധ്യത്തിനെ സ്പർശിക്കാൻ അവനവൻ്റെ ഹൃദയം മാത്രമേ സ്ഥാനമായിട്ടുള്ളൂ. പുറത്തൊരിടത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. അധോക്ഷജനാണ് പരമകല്യാണ നിധിയായിരിക്കുന്ന ഈശ്വരൻ. അക്ഷങ്ങൾ ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ്. പുറത്തുള്ളതൊക്കെ ഇന്ദ്രിയ വിഷയമാണ്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതാണ് അധോക്ഷജൻ, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ളത്. അപ്പോൾ ആ ഉള്ളിൽ മനസ്സിനെ തുറന്ന് ആ മനസ്സിൽ ശ്രീഹരിയെ പ്രതിഷ്ഠിക്കുക, ഇരുത്തുക. അങ്ങനെ ഇരുത്തി കഴിഞ്ഞാലോ നിത്യോത്സവോ ഭവേത്തേഷാം, അവർക്ക് നിത്യനിരന്തരമായ ഉത്സവമാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഉത്സവം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരൊറ്റ സ്ഥലത്ത് ചൂണ്ടരുത്. നമ്മുടെ മനസ്സാണ് ഉത്സവം നിരസിക്കുന്നത്. നിത്യോത്സവോ ഭവേത്തേഷാം, അവർക്കെല്ലാവർക്കും നിരന്തരമായ ഉത്സവമുണ്ടാവും. നിത്യശ്രീഹി നിത്യമംഗളം, എല്ലാവിധത്തിലുള്ള ഐശ്വര്യം, നിത്യ ഐശ്വര്യം. ഒരാളെ കണ്ടാൽ ശ്രീമാൻ ശ്രീമതി എന്ന് പറയുന്നു. അത് കറുത്ത ആളെയും പറയും, വെളുത്ത ആളെയും പറയും, പൊക്കം കുറഞ്ഞ ആളെ പറയും, കൂടിയ ആൾ പറയും. എന്തായി ശ്രീമാൻ എന്നുള്ള വാക്കിനർത്ഥം? ഇതാണ് ഐശ്വര്യം. നിത്യശ്രീഹി നിത്യമംഗളം, എന്നും തന്നെ നിരന്തരമായിരിക്കുന്ന മംഗളമാണ് ആ ആളുടെ മനസ്സിൽ ആറാടിക്കൊണ്ടിരിക്കുക. യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗലായതനം ഹരിഹി, ആരുടെ ഹൃദയത്തിലാണോ ഹൃദിസ്ഥനായിരിക്കുന്നത്? ആര്? ശ്രീഹരി. ശ്രീഹരി ആരാ? മംഗലായതനം, മംഗളങ്ങൾക്ക് ഇരിപ്പിടമായിട്ടുള്ള ആൾ. അപ്പോൾ എല്ലാ മംഗളങ്ങൾക്കും നിദാനമായിരിക്കുന്ന ശ്രീഹരി ആർക്കാണോ ഹൃദിസ്ഥനായിരിക്കുന്നത് ആ കൂട്ടർക്ക് എല്ലാവർക്കും നിത്യോത്സവോ ഭവേത്തേഷാം നിത്യശ്രീഹി നിത്യമംഗളം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗലായതനം ഹരി. ഇതാണ് ഭാഗവതത്തിൻ്റെ സന്ദേശം. ഇതിന് നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, നിങ്ങളുടെ മനസ്സ് മാത്രം മതി. ഭഗവാനോടുള്ള ഒരു പ്രതിബദ്ധത, ഭഗവാനോട് തോന്നുന്ന ഒരു സ്നേഹം, ഭഗവാനോടുള്ള ഒരു ആഭിമുഖ്യം. അദ്ദേഹമാണ് ആദ്യം, പ്രഥമൻ, പരമൻ. ബാക്കിയെല്ലാം അതിന് താഴെയുള്ളൂ. ഈ ജഗത്ത് മുഴുവനും സ്പന്ദിക്കുന്നത്, ചലിക്കുന്നത്, അതാത് ഗതികളിൽ സഞ്ചരിക്കുന്നത് ആ പരമപ്രഭാവത്തിൻ്റെ ആ സാന്നിധ്യത്താൽ മാത്രമാണ് എന്നുള്ളൊരു ബോധ്യവും അതിന് കലവറയില്ലാതെ നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കാനുള്ള ഒരു മനസ്ഥിതി, ഒരു ആർജവം, ഒരു എളിമ, ഒരു ലാളിത്യം, ഒരു തുറപ്പ്, ഇതാണ് നമുക്ക് ആവശ്യം. അതെല്ലാവർക്കും ആയിക്കൂടെ? എന്താ ഒരു മിണ്ടാതെ? എന്തു വേണം? ഒന്നും വേണ്ട. മനസ്സങ്ങോട്ട് തുറന്നങ്ങോട്ട് കൊടുത്താൽ മതി. എൻ്റെ മനസ്സിൽ വന്നങ്ങോട്ട് ഇരിക്കൂ. എവിടെ നോക്കിയാലും എൻ്റെ കൂടെ മുമ്പ് അങ്ങയാണ്, പിന്നെയാണ് ഞാൻ എന്നുള്ളൊരു തോന്നൽ. ഇത് വളർത്തിയെടുക്കാനാണ് ഈ ശ്രീമദ് ഭാഗവതം ഇങ്ങനെ മാറി മാറി ഓരോ സംഗതികൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇനി പ്രഹ്ലാദൻ എന്നൊരു കുട്ടിയാണ് മൂന്നാമത് അവതരിപ്പിക്കുന്നത്. ആ ധ്രുവൻ്റെ ചരിത്രത്തിൽ പലതുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറഞ്ഞു. അങ്ങനെ ധ്രുവൻ ഈശ്വരനെ സ്തുതിക്കുന്നു. പ്രഹ്ലാദൻ്റെ അവിടെ വരുമ്പോൾ അർത്ഥേഷു അഭിജ്ഞസ്വരാട്ട്, ആ പ്രഹ്ലാദൻ വേറെ ആരുമല്ല, അച്ഛൻ തന്നെയാണ് കൊല്ലാൻ പുറപ്പെട്ടിരിക്കുന്നത്. പല മാർഗങ്ങളും പ്രയോഗിച്ചു. എന്തൊക്കെ പ്രയോഗിച്ചിട്ടും സാധിക്കാതെ ഗോവിന്ദ പരിരംഭിത, ഗോവിന്ദനാൽ ആലിംഗനം ചെയ്യപ്പെട്ടവനായി അച്ഛൻ്റെ എല്ലാ വിധത്തിലുള്ളതായ കുതന്ത്രങ്ങളിലും ഒന്നിലും പെടാതെ രക്ഷപ്പെട്ട് കഴിഞ്ഞുകൂടുമ്പോൾ താൻ തന്നെ കൊല്ലാം എന്ന് പറഞ്ഞ് പുറപ്പെട്ടപ്പോഴും അവിടെ പ്രഹ്ലാദൻ്റെ കഴുത്ത് വരെ എത്തിയില്ല ആ വാള്. അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ എന്ത് കാര്യം ഏത് സമയത്ത് നിർവഹിക്കാനും വേണ്ടത്ര കുശലതയും സ്വാതന്ത്ര്യവും പ്രഭാവവും സ്വരാട്ടും ആയിരിക്കുന്ന
വിശേഷപ്പെട്ട ഒരു സത്യമാണ് ഈ ശ്രീമദ് ഭാഗവതം പ്രതിപാദിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിനെ വേണ്ടതുപോലെ വായിച്ച് മനസ്സിലാക്കുക. എനിക്ക് എപ്പോഴും ഒരു അഭിപ്രായമുണ്ട്, നമ്മുടെ കേരളത്തിലല്ല ബാക്കി ഇന്ത്യയിലോ എവിടെയോ എല്ലാ സ്ഥലങ്ങളിലും ഒരു ഭാഗവതത്തിൻ്റെ ഒരു പകർപ്പ് അവർക്ക് വാങ്ങാൻ പറ്റിയ തരത്തിലുള്ള ഒരു വില കുറച്ച് അതിൻ്റെ മൂലവും അതിൻ്റെ അർത്ഥവുമായിട്ടൊരു പതിപ്പുണ്ടാക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 1300-1500 പേജോളം വേണ്ടി വരും. അത് മുഴുവനും ഒന്ന് എഴുതിയുണ്ടാക്കാൻ എനിക്ക് സമയമില്ല, സാധിക്കില്ല. വല്ലവരുടെ സഹായമൊക്കെ കിട്ടിയാൽ നന്ന് എത്തിക്കാൻ. അത് ഒരു സബ്സിഡൈസ്ഡ് റേറ്റിൽ കൊടുക്കണം. വെറുതെ കൊടുത്താൽ അത് കുപ്പത്തൊട്ടിയിലിടും. അപ്പോൾ എന്തെങ്കിലും സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു റേറ്റിൽ എല്ലാ സ്ഥലത്തും എത്തിക്കണം എന്നൊരു അഭിലാഷം അല്ലെങ്കിൽ ഒരു ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ട്. ഇനി എന്താ ഇവിടെ വന്നതിലും ഈ 2 ദിവസം സംസാരിച്ചതിലും എനിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ മാജി വരെ പറഞ്ഞു, ഇത്രയും ഒരു അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു സദസ്സാണെങ്കിൽ നമുക്ക് ഒരു ദിവസവും കൂടി ഇവിടെ സംസാരിക്കാമായിരുന്നു എന്ന്. അതിനിപ്പോൾ സൗകര്യമില്ല, അതിനൊരു സൗകര്യമില്ലല്ലോ. ഈ വന്നയിടത്ത് ഒരു നല്ല സന്നിധിയാണത്, ഒരു ദേവസന്നിധി. ആ ദേവസന്നിധിയുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ദേവന് വേണ്ടി നിങ്ങൾ എന്തെല്ലാം സമർപ്പിക്കുന്നുവോ ആ സമർപ്പണമെല്ലാം ദേവകാര്യങ്ങൾക്ക് വിനിയോഗിക്കണം എന്നുള്ളത് തീർച്ചയാണ്. അത് കഴിഞ്ഞ് എന്തെങ്കിലും മിച്ചമുണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവണം. അത് ഈ മനുഷ്യരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി എന്തു വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ശരീരത്തിൻ്റെ അഭിവൃദ്ധിക്കാണ് അന്നവും പോഷണവും, മനസ്സിനും ബുദ്ധിക്കുമുള്ളതാണ് എഡ്യൂക്കേഷൻ. അങ്ങനെ ഈ 2 ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഇതിൽ കിട്ടുന്ന എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഭവങ്ങളെ സമാജത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധയോടുകൂടി പെരുമാറണം. നിങ്ങളെല്ലാം കൈയഴഞ്ഞ് ആ കാര്യങ്ങളെ സഹായിക്കേണ്ടതും ഒരാവശ്യമാണ്. നമുക്ക് നല്ല ഒരു കമ്മിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ മാതിരിയുള്ള സത്കാര്യങ്ങൾ വേണ്ടതുപോലെ നടത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു വിഷമവും ഉണ്ടാവില്ല. ഞാൻ അറിഞ്ഞിടത്തോളം വിഷയം എനിക്ക് സന്തോഷമായി. ഞാൻ അവരെ ഭംഗിയായി വേണ്ടതുപോലെ ഹൃദയംഗമമായി അഭിനന്ദിക്കുന്നു. അവരുടെ സതുദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും വേണ്ടതുപോലെ നടക്കട്ടെ. അതിനെൻ്റെ അനുഗ്രഹവും എല്ലാ വിധത്തിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടാവും എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെയുള്ള സത്കേന്ദ്രങ്ങളും സദ്ഭരണങ്ങളും നമുക്ക് വളരെ അത്യാവശ്യമാണ്. എന്നാണ് നമ്മുടെ ഹിന്ദു സമാജം അവരുടെ ധർമ്മ പരിരക്ഷണത്തിനെ പറ്റി ഉദ്ബുദ്ധരായി സജീവരായി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിതിലൊക്കെ വലിയ ആക്റ്റീവായിട്ടുള്ള ചില റോളും ഞാൻ കുറേ ഡെമോൺസ്ട്രേഷൻസും എല്ലാം ലീഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളതാണ്. 5000 ആൾക്കാർ 6000 ആൾക്കാരും ഒക്കെ കൂടി പല തവണയും ഞങ്ങളെപ്പോഴും പോലീസുകാരെ അറസ്റ്റ് ചെയ്യും. എന്തിനാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യണേ, എതിരാളികളല്ലേ ചോദിച്ചാൽ അവർക്ക് ലക്കും ലഗാനോ ഇല്ല, സ്വാമിജിയെ സംരക്ഷിക്കാനാണ് അറസ്റ്റ് എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഒരു കുറ്റത്തിന് ഞങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ കേസസേ ഉള്ളൂ. നിലയ്ക്കൽ സമയത്താണ് ഞാൻ പ്രോഹിബിറ്ററി ഓർഡർ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയത്. അത് നടത്തുകയുണ്ടായി. അത് അന്നൊരു അത്യാവശ്യമായിരുന്നു. പക്ഷേ ഞങ്ങൾ സന്യാസിമാരാണ്, ഒതുങ്ങി തപസ് ചെയ്ത് ഞങ്ങളുടെ ആശ്രമങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവരാണ്. തീരെ നിവൃത്തിയില്ല, സമാജം പരാജയപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അതിന് വേണ്ട സംരക്ഷണം ചെയ്യാം എന്ന് പറഞ്ഞ് വാൽമീകി സീതയെ പരിരക്ഷിച്ച മാതിരി അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒതുങ്ങി എന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇത് വേണ്ടത് ഒരു അത്യാവശ്യമാണ്. ഹിന്ദുക്കൾക്ക് ഈ കാര്യത്തിൽ വേണ്ടത്ര പ്രബുദ്ധത വേണം. ഞാൻ ആ കാര്യത്തിനെ പറ്റി ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് സമയമില്ല. ഇനി ഒരു സന്ദർഭം കിട്ടിയാൽ പറയാം. ഒരു പരിസമാപന ശ്ലോകം സ്തുതി ചൊല്ലി ഓംകാരവും ജപിച്ചിട്ടാണ് നമ്മുടെ ഈ സെഷൻ അവസാനിക്കുക. ഇത് 2 ദിവസത്തേക്കാണെങ്കിലും ഒരു സമ്പൂർണ്ണമായ ജ്ഞാനയജ്ഞമാണ്. അതിൻ്റെ ദിവ്യത്വവും അതിൻ്റെ സ്ഥാനവും മഹിമയും നിങ്ങളെല്ലാവരും വേണ്ടതുപോലെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് പെരുമാറും. ഞാൻ എല്ലാവരെയും മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിൽ സത്പുത്രന്മാരും സത്പുത്രിമാരും ഉണ്ടാകട്ടെ. അവർക്ക് കുടുംബസ്നേഹം വേണം, ഈശ്വരഭക്തി വേണം, സമാജത്തിനോട് പ്രതിബദ്ധത വേണം, പ്രകൃതിയോട് നല്ല കൂറും കടപ്പാടും വേണം. അങ്ങനെയുള്ള കുട്ടികൾ എല്ലാവർക്കും അലങ്കാരമാവത്തക്ക വിധത്തിൽ നല്ല പൗരന്മാരായി ലോക പൗരന്മാരായി ജീവിക്കട്ടെ എന്ന് പ്രത്യേകം ഊന്നി പറയണു. എന്താ കാരണം? നിങ്ങൾക്ക് അങ്ങനെയുള്ള വിചാരമില്ല. ഒക്കെ വീട് കുട്ടികളാവണം എന്നുള്ള വിചാരമേ ഉള്ളൂ. ലോകക്കുട്ടികളാവണം എന്നുള്ള വിചാരം ആർക്കും ഇല്ല, വളരെ ചുരുക്കമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ. എല്ലാവരും നന്നായിരിക്കും. ഹേ ഗോപാലക ഹേ കൃപാജലനിധേ ഹേ സിന്ധുകന്യാപദേ ഹേ കംസാന്തക ഹേ ഗജേന്ദ്രകരുണാപാരീണ ഹേ മാധവാ ഹേ രാമാനുജ ഹേ ജഗത്രയ ഗുരോ ഹേ പുണ്ടരീകാക്ഷമാം ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ ഹേ ഗോപീജനനാഥ പാലയ
പരം ജാനാമി ന ത്വാം വിനാ. ഹരി ഓം ഹരി ഓം ഹരി ഓ. എല്ലാവരും നിർഭയരായിരിക്കൂ. നിങ്ങളെ പരമാത്മാവായിരിക്കുന്ന പരമേശ്വരൻ, പരമകല്യാണനിധിയായിരിക്കുന്ന ശ്രീഹരി അകത്ത് ആലിംഗനം ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്, പുറത്ത് വലയം ചെയ്തുകൊണ്ടും. അങ്ങനെ പരമകല്യാണനിധിയാൽ ഉള്ളിൽ ആലിംഗനം ചെയ്തുകൊണ്ടും പുറത്ത് വലയം ചെയ്തുകൊണ്ടും ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഒരിക്കലും ഭയമുണ്ടാകരുത്. നിർഭയരായി സന്തുഷ്ടഭരിതരായി ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എല്ലാവരും ഇരിക്കും. എല്ലാ ഭയത്തിനെയും ഇവിടെ ഇട്ടുകൊണ്ട് പോവുക, നിർഭയരായിരിക്കുക, ആനന്ദഭരിതരാകും. ഹരി ഓം തത്സ. ജയ.